എന്തു പറ്റി? എവിടെ നിന്റെ അരുമസന്താനം പ്രേമൻ? ആഹാ, ഞാൻ വിചാരിച്ച ഏതാണ്ട് അപകടം പറ്റിയെന്ന്. എന്തിനാ പ്രേമനെ വഴിയിലിരുത്തി കുറച്ച് പകരം കൊടുക്കാൻ? ഞാൻ ചോദിച്ചത് നീ മറുപടി പറഞ്ഞാൽ മതി. അവൻ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞാണല്ലോ ഇവിടുന്ന് പോയത്. നിങ്ങളിപ്പോ എവിടുന്ന് വരുന്നു? രണ്ടതിന്ന് അല്ലേ? ഓഫീസിൽ പോയി തിരക്കിയാൽ വീട്ടിൽ വന്നെന്ന് പറയും, വീട്ടിൽ വന്ന് ചോദിച്ചാൽ ഓഫീസിൽ പോയെന്ന് പറയും. അവനെ കൊണ്ട് എന്ത് പ്രയോജനമടി? അവന് പകരം നീ ഒരു പാവക്കുട്ടിയെ പറ്റിയിരുന്നെങ്കിൽ നല്ല കണ്ണാടിക്കുട്ടി നടത്തിട്ട് വീട്ടിൽ അലങ്കാരമായി വെക്കാമായിരുന്നു. അതിപ്പോഴും എന്റെ കുറ്റം കൊണ്ട് മാത്രമല്ലല്ലോ. സമ്മതിച്ചു, എന്റെ കുറ്റമുണ്ട്. അതിപ്പോഴല്ലേ നിനക്ക് പറയാൻ തോന്നിയുള്ളൂ. അപ്പോഴ് അവൻ ഓഫീസിൽ വന്നില്ലേ? നിന്റെ ചെവിയിൽ എന്താ പഠിച്ചു വെച്ചിരിക്കുകയാണോ? ഞാൻ പറഞ്ഞു, നീ കേട്ടില്ലേ? ഇതെങ്ങനെ എവിടെ പോയി? പോയാൽ വരാത്ത ജന്മം വെറുതെ പൊട്ടിക്കരയാണല്ലോ. പോയാൽ വരാത്ത ജന്മം വെറുതെ പൊട്ടിക്കരയാണല്ലോ. കരഞ്ഞും കൊണ്ടേ പിറന്നത് പിന്നെ കരയാതിരിക്കാനാണല്ലോ. കരഞ്ഞും കൊണ്ടേ പിറന്നത് പിന്നെ കരയാതിരിക്കാനാണല്ലോ. ചിരിക്കുടുക്കേ തങ്ക ചിരിക്കുടുക്കേ, ചിരിക്കുടുക്കേ തങ്ക ചിരിക്കുടുക്കേ. കണ്ണീരിൽ കടലുകൾ വറ്റിച്ചു നമ്മൾ കൽക്കണ്ട പുഞ്ചിരി വിതച്ചു കൊയ്യും. കണ്ണീരിൽ കടലുകൾ വറ്റിച്ചു നമ്മൾ കൽക്കണ്ട പുഞ്ചിരി വിതച്ചു കൊയ്യും. ഓരോ ചുണ്ടിലും ഒരു പുത്തൻ ചിരിയുടെ ഓമനപ്പൂച്ചേണ്ട് വാർത്തെടുക്കും. ഓരോ ചുണ്ടിലും ഒരു പുത്തൻ ചിരിയുടെ ഓമനപ്പൂച്ചേണ്ട് വാർത്തെടുക്കും. ചിരിക്കുടുക്കേ തങ്ക ചിരിക്കുടുക്കേ, ചിരിക്കുടുക്കേ തങ്ക ചിരിക്കുടുക്കേ. പൊട്ടിച്ചിരിയുടെ മാനപ്പടക്കം പൊട്ടിത്തെറിക്കട്ടെ. ചിരിക്കുടുക്കേ തങ്ക ചിരിക്കുടുക്കേ, ചിരിക്കുടുക്കേ തങ്ക ചിരിക്കുടുക്കേ. ഓമനെ, നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? കരിങ്കൂവളപ്പൂ പോലുള്ള കണ്ണുകൾ, ചെന്തുണ്ടിപ്പഴം പോലുള്ള ചുണ്ട്, പനങ്കുല പോലുള്ള മുടി. ഹാഹാ, നീ ഇല്ലാത്ത എന്റെ ജീവിതം ചന്ദ്രനില്ലാത്ത രാത്രി പോലെയാണ്, കമ്പിയില്ലാത്ത വീണ പോലെയാണ്.
കാറ്റില്ലാത്ത പന്ത് പോലെയാണ്. അച്ഛൻ പ്രേമത്തിന്റെ വില എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ശിലാഹൃദയം, മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ണാങ്കട്ട. പ്രേമ നിന്റെ അച്ഛൻ ഓമനെ അപ്പൂപ്പൻ വന്നുകൊള്ളട്ടെ, എനിക്ക് ഭയമില്ല. പ്രേമത്തിനു വേണ്ടി ഒരു മുഴം കരൽ തൂങ്ങി മരിച്ച രമണൻ, സ്വന്തം പ്രേയസിയുടെ ശവക്കല്ലറയിൽ തലയറിഞ്ഞ് രക്തം ചിന്തിയ സലിം രാജകുമാരൻ, ഇവരുടെ എല്ലാം രക്തമാണ് എന്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത്. ഓമനയെ എന്റെ പ്രേമത്തിന് വിഘാപം സൃഷ്ടിക്കുന്ന ആരായിരുന്നാലും ശരി, അവരെ കഷണം കഷണമായി വെട്ടിഞ്ഞുറുക്കി ഊടകളിലാക്കി നിന്റെ കാക്കൽ ഞാൻ സമർപ്പിക്കും. എന്റെ പ്രിയേ പ്രിയേ. കൊല്ല്, എന്നെ കൊല്ലടാ. ഒന്ന് കഷണം കഷണമായിട്ട് മുറുക്ക്. എത്ര കഷണമുണ്ടെന്ന് ഞാൻ തന്നെ ഒന്ന് എണ്ണി നോക്കട്ടെ. നീ എന്താ പറഞ്ഞത്? നിന്റെ ശരീരത്തിൽ ആരുടെ രക്തമാണ് ഓടുന്നത്? തുങ്ങിച്ചത്തവന്റെയും തലയറിഞ്ഞ് ചത്തവന്റെയുമോ? അപ്പൊ എന്റെ രക്തം ഒട്ടുമില്ലടാ നിന്റെ ശരീരത്തിൽ. അച്ഛാ, ഞാൻ നാടകത്തിന്റെ റിയേഷൻ നോക്കുകയാണ്. നാടകമായാലും നല്ല നാടകം പറഞ്ഞു പഠിച്ചാലെന്ത്? ഏത് ഗുരുത്ത് നോക്കിയാടാ ഇത് നിനക്ക് പറഞ്ഞു തന്നത്? അയ്യോ, ഇത് വളരെ സീരിയസ് നാടകമാണ്. ഡയലോഗ് മാറ്റാൻ സാധ്യമല്ല. ഒന്നായിട്ട് അവന്റെ ഒരു ഡയലോഗ് ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതിന് പകരം വല്ല അലവലാദികളായിട്ട് വിളിച്ചുകൊണ്ടുവന്ന് നാടകം കളിപ്പിക്കാം. അല്ലടാ, പോടാ അവിടെ. വാ. അച്ഛൻ പറഞ്ഞു കേട്ടില്ല. എനിക്കെന്താ പൗരുഷമില്ല, അന്ധസ്വാഭിമാനം ആഭിജാത്യവുമില്ല. എന്റെ പൊന്നു കുഞ്ഞി, അവിവേകം ഒന്നും കാണിക്കില്ലേ? അമ്മ വിടുവോ? എന്റെ പൊന്നു മോനെ, ഞാൻ പറയുന്നത് അമ്മ ഇവിടെ ഞാൻ ഈ ആപ്പ് ഒന്ന് കഴിച്ചോട്ടെ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ അച്ഛൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ആദ്യത്തിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ ഇങ്ങനെ തെക്ക് മടക്ക് നടന്ന നമുക്കല്ലേ കുഞ്ഞി അതിന്റെ ദോഷം? പിന്നെ ആകാശം ഇടിഞ്ഞു വീഴത്തില്ലയോ? അമ്മ എനിക്ക് വിശക്കുന്നു, പോയി വല്ലതും കൊണ്ടുവരണം. ഞാനിപ്പോ കൊണ്ടുവരാം. മോനെ, അമ്മ കണ്ടു തരാം. ഞാൻ ഇനി കാത്തു കൊണ്ടുവന്നിട്ട് തരാം. അയ്യോ, സെക്കൻഡ് ഷോ ബാബു കാത്തു നിൽക്കുമല്ലോ. അമ്മേ, പക്ഷെ ഇത് മുഴുവൻ എനിക്കാണോ അമ്മേ? വയർ നിറച്ച് കഴിക്കുന്നു. ആഹാരം കഴിച്ചാണോ അമ്മേ വയർ നിറയ്ക്കുന്നത്? അമ്മയുടെ സ്നേഹമുള്ള ഒരു വാക്ക് പോലെ അമ്മ എന്റെ വയർ നിറയാൻ. അമ്മേ, അമ്മയ്ക്ക് സുഖമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അമ്മ പോയി റെസ്റ്റ് എടുത്തോളണം. വേണ്ട വേണ്ട, നീ ഇത് മുഴുവൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകണം. അമ്മ, ഞാൻ മുഴുവൻ കഴിച്ചോളാം അമ്മേ, ഓരോന്നോരോന്നായി കഴിച്ചോളാം. അമ്മ പോയി റെസ്റ്റ് എടുക്കണം അമ്മേ. നീ കിടന്ന് ഉറങ്ങും മോനെ, നീ ഇത് കഴിക്കുകയില്ല. ഇല്ലമ്മേ, ഞാൻ ഉറങ്ങില്ല. ഞാൻ അമ്മ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കണം. ഇത് മുഴുവൻ ഞാൻ തീർത്തില്ല. അമ്മ പോയി കിടന്നു വന്നേ. കഴിക്കണേ മോനെ. കഴിക്കാം. അതേക്ക് വേണ്ട, ഞാൻ നീ പെട്ടെന്ന് കഴിക്കാം. കഴിച്ചോളാം. ചപ്പാത്തിയിൽ ഇപ്പൊ തീർത്തേക്കാമേ. അമ്മ പോയി കിടന്നു. എന്റെ പൊന്നു മക്കളെ, കഴിക്കണേ, നീ ക്ഷീണിച്ചു പോകും. ഇല്ലമ്മേ, അയ്യോ, ഞാൻ കഴിക്കാം. കഴിക്കണേ. കഴിക്കാം കഴിക്കാം കഴിക്കാം. നീ പൊയ്ക്കോടാ, പതുപ്പിങ്ങിടാ എന്നിട്ട് പോ. എടോ എഴുന്നേൽക്ക്. പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? എടോ, ഇതെന്തൊരു കൂർക്കം വലി. എടോ, കൂർക്കം വലിക്കാൻ അച്ഛനും. എടോ, എഴുന്നേൽക്കാനേ. എടോ, കാർ വെക്കാൻ. പതുക്കെ ശബ്ദം ഉണ്ടാക്കല്ലേ, പതുക്കെ പോ. കാർ വെക്കാൻ. വേണ്ട, ഞാൻ ട്രൈ ചെയ്തോളാം. നീ ശബ്ദം ഉണ്ടാക്കല്ലേ, അച്ഛൻ ഉടനും. ഞാൻ വെളി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളാം. തള്ള തള്ള. എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം ഇതുവരെ നീ എന്നെ തീറ്റി പോയിട്ട് ഇതിന്റെ കണക്കെല്ലാം തീർക്കാൻ. കണക്കും പറഞ്ഞിരുന്നാലുണ്ടല്ലോ സെക്കൻഡ് ഷോ അങ്ങ് തുടങ്ങും. ഡ്രൈവർ കിളവാ. പിന്നെ ഞാൻ സിനിമയ്ക്ക് പോയ കാര്യം അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, തന്നെ ഒന്ന് കൊല്ലും. ആ കാർ വിട. ബാബു,
ഒരു സിഗരറ്റ് കാണാം. 2 മണിക്കൂറായി ഒരു സിഗരറ്റ് വലിച്ചിട്ട്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് സിഗരറ്റ് വലിക്കാനേ സാധിക്കുന്നില്ല. ഓ, ഈ രാജ്യത്തിലെ ചില ചിട്ടകൾ. അമേരിക്കയിലാണെങ്കിൽ അച്ഛനും മോനും ഒരുമിച്ചല്ലേ സിഗരറ്റ് വലിക്കുന്നത്. ദൈവം, ആ വണ്ടി ആ കടയുടെ അടുത്തേക്ക് നിർത്തൂ. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും. 100 രൂപയോ? അതെ, 100 രൂപ. താനെന്താണോ ബാബു പിടിക്കുന്നത്? രൂപ തന്റെ അച്ഛന്റെ വകയാണോ? ഒരു സിഗരറ്റ് വാങ്ങിച്ചോണ്ടോ? എന്ത് സിഗരറ്റ് വേണം സാർ? അച്ഛൻ എടീ, അവൻ ഈ 100 രൂപയെല്ലാം വെറും നിസ്സാരമാണ്. അവന് സിഗരറ്റ് വലിക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അമേരിക്കയിൽ അച്ഛനും മകനും കൂടെ ഒന്നിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ നീ എന്താണ് അമേരിക്കയിൽ നിന്ന് വന്നത്? എടാ, ഞാൻ എത്ര പാടുപെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് നിനക്കറിയാമോ? ഈ 100 രൂപ നോട്ടെന്ന് കാണാൻ ഈ നാട് എത്ര പേര് കൊതിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എടാ, ചെലവഴിക്കാൻ വളരെ എളുപ്പമാണ്, സമ്പാദിക്കാനാണ് പ്രയാസം. ഞാൻ ഒരു പണക്കാരനായിട്ടല്ല ജനിച്ചത്. ഞാൻ പണക്കാരനായിട്ടാണ് ജനിച്ചത്. അതേടാ, നീ പണക്കാരനായിട്ട് ജനിക്കാൻ ഞാൻ എന്തുമാത്രം എന്റെ രക്തം വിയപ്പാക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഓ, മതി മതി നിങ്ങളുടെ പൊങ്ങച്ച്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച ശേഷമായി ഈ നില വന്നത്. നിങ്ങളുടെ അമ്മ പോലും പറയുമായിരുന്നു, ലക്ഷ്മി നീ വന്ന ശേഷമായി ഐശ്വര്യം. അതേടി, നിന്റെ തന്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് മോനോട് 100 ചെലവാക്കാൻ പറ. ഒരു പൈസ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്ത കഴുത. നിങ്ങൾ അവനെ വഴക്കൊന്നും പറയണ്ട. അവന് കഴിവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. നീ ഉണ്ടാതിരടി, ഒരു ബുദ്ധിമാൻ. ഉള്ള കാശ് നശിപ്പിക്കാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? നിന്റെ അമ്മയുടെ ലാളനെയും ആ തെണ്ടിയുടെ കൂട്ടുകെട്ടുമാണ് നിന്നെ നശിപ്പിക്കുന്നത്. ഇനി ഞാൻ നിന്നെ ഇങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നിന്നെ ഞാൻ എറണാകുളത്തുള്ള കേശവൻ നേരുടെ കൂടെ താമസിപ്പിക്കാൻ പോവുകയാണ്. അവിടെ കുറച്ചു കാലം താമസിച്ചാലേ നീ നന്നാവുള്ളൂ. എല്ലാ വിവരവും ഞാൻ കേശവൻ നേരെ അറിയിച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, എന്തിനാ അവനെ അങ്ങോട്ട് അയക്കുന്നത്? ഇല്ല, അവൻ ഇവിടെ നിന്നാൽ ഒട്ടും നന്നാവില്ല. കുറച്ചു കാലം കേശവന്റെ കൂടെ തന്നെ താമസിക്കട്ടെ. ഞാൻ കുറച്ച് മര്യാദക്കാരനായി. അയാൾ പഴയ പട്ടാളക്കാരനല്ലേ, ഇന്നും ആ ചുട്ടയിലാണ് ജീവിക്കുന്നത്. ഇവൻ അവിടെ പോയാലേ മര്യാദ പഠിക്കും. ഇതെന്താണ് ഇതൊക്കെ? നിനക്ക് ആവശ്യമുള്ള പണവും പത്രങ്ങളും റെയിൽവേ ടിക്കറ്റും വരെ അതിനകത്തുണ്ട്. അയ്യോ, അങ്ങവനെ അയക്കേണ്ടത് തീരുമാനിച്ചു. അവൻ കുഞ്ഞല്ലേ, അവൻ എന്തറിയാം? അവനെ ഒറ്റയ്ക്ക് അയച്ചാലും. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. നടക്കടാ. ഒന്ന് നിൽക്കണേ, അവനിപ്പം പലഹാരവും എടുത്തോണ്ട് വരട്ടെ, അല്ലെങ്കിൽ അവൻ വണ്ടി പട്ടിണി ഇരിക്കേണ്ടി വരും. മോനെ, ഇതൂടെ കൊണ്ടുപോ. വേണ്ടമ്മ, ഇതും കൂടെ വലിച്ചെടുത്തോണ്ട് പോകണം. ഇതൂടെ കൊണ്ടുപോടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉപദ്രവിക്കാതിരിക്കണം. ഇതൂടെ കൊണ്ടുപോകാന്. ഒന്നുമില്ല, അച്ചാർ അയ്യോ, ഈ ശരീരത്തിൽ മാത്രമല്ല, നമ്മൾ നയിച്ചതാ. ഇതിനോട് വെച്ചോളൂ, ഞാൻ കാണിക്കൊണ്ടിരിക്കാം. അയ്യോ, നല്ല എരിയുള്ള അച്ചാർ. അയ്യോ, നീ എന്തിനാണ് ഈ കരയുന്നത്? അവൻ അതിന് ദൂരെ ഒന്നും അല്ലല്ലോ പോയത്, ഇവിടെ അടുത്തല്ലേ. പണം തരേണ്ടത് ഞാനല്ലേ? നിങ്ങൾ എന്റെ അക്കൗണ്ട് എഴുതിക്കൊള്ളണം. യു റൈറ്റ് മൈ അക്കൗണ്ട്. യെസ് ബാബു, വന്നട്ടെ. നോക്കിയാലേ ഈ പട്ടണത്തിന്റെ ഭംഗി കാണേണ്ടതാണ്. കപ്പലുകളെല്ലാം ഇത്രയേ ഉള്ളൂ.
ഇതിന്റെ ഇടയിൽ കൂടി ബോട്ടുകൾ പോകുന്ന കപ്പലെടുത്തിന് നിരത്തി ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു കപ്പൽ വന്ന് പ്ലെയിനിൽ കയറാൻ. അല്ലല്ല, പ്ലെയിൻ വന്ന് കപ്പലിൽ ഇറങ്ങി കാണണം. നാളെ തന്നെ നമുക്ക് ഈ പട്ടണം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. നമ്മളിതൊക്കെ കാണാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇതിന്റെ അകത്ത് കുത്തിയിരിക്കാൻ? ഈ കത്ത് വായിച്ചു നോക്ക്, നിനക്ക് പറ്റിയ ഒരു ജോലിയുണ്ട്. എനിക്ക് ജോലി? ഇത് ഏതാണ് ഈ കേശവൻ? ഇത് നിനക്ക് ജോലിക്കുള്ള എഴുത്താണല്ലോ. ബോംബർ കേശവൻ നായർ, മുട്ടം പണക്കാരൻ. നീ അവിടെ ചെന്നാൽ നിനക്ക് നല്ല സ്വീകരണം കിട്ടും, നല്ലൊരു ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, ഭംഗിയായി അന്തസ്സായിട്ട് അവിടെ കഴിയാം. പക്ഷേ നീ സദാശിവപിള്ളയുടെ ഏക മകനായിട്ട് വേണം അവിടെ കഴിയാൻ. അതായത് ഞാനാണ് നീ. അയ്യോ, ഞാനില്ല. എനിക്ക് ജോലിയും വേണ്ട, സ്വീകരണം വേണ്ട. ഞാനിവിടെ കഴിഞ്ഞു കൊടുക്കണം. ഈടാ, ഇന്നലെ വരെ എന്റെ പിറകെ നിന്ന് ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നു. ഞാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തപ്പോ അവന്റെ അന്തസ്സ് കണ്ടില്ലേ? അയ്യോ, എന്റെ പ്രേമന് ഇതിന്റെ ഗൗരവം അറിഞ്ഞൂടാ. ഇത് ആൾമാറാട്ടമാണ്. പോലീസ് എങ്ങാനും എന്നെ ശരിക്ക് കണ്ടുപിടിച്ചാലില്ലേ പോലീസിന്റെ കയറിന്റെ തുമ്പിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചത്തുകൾ. എടാ, നിന്നോട് ഞാനാണ് പറയുന്നത്, ഇന്ന് അവിടെ പോകണം, നീ ഈ ജോലി സ്വീകരിക്കണം. അയ്യോ, ഇതിനാണോ നല്ല വാക്ക് പറഞ്ഞു പഞ്ചായ വാക്ക് പറഞ്ഞ എന്നെ കൊണ്ടുവന്നത്? എന്റെ കടിയിൽ വീട്ടാണ് ഞാൻ പോകൂല. എനിക്കിപ്പോ എന്റെ നാട്ടിൽ മോനെ വളരെ ഗംഭീരമായിരിക്കുന്നു. നിന്റെ പേരെന്തുവാ? കിടക്കുന്ന ഒരു ഏറി അമ്മച്ചല്ലോ. അച്ഛന് പട്ടാളത്തിലുള്ള ഓർമ്മയാ. എന്തുമാത്രം ബോംബെ കൈകൊണ്ട് എറിഞ്ഞിട്ടുള്ളതാ. മാലതി, നിനക്കെന്തോ വേഷം? ഞാനാണ് ഈ നാടകത്തിലെ ഹീറോയിൻ. നീയോ? ഹീറോ. ആ, നല്ല ചേർച്ച. നിനക്കെന്തോ വേഷം? പോസ്റ്റ്മാന്റെ വേഷമായിരിക്കും അല്ലേ? അച്ഛാ, ഇത് വേറെ ആളാണ്. പ്രേമൻ, മോനെ, നമ്മുടെ പ്രേമൻ. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്റെ ഒരു ആത്മസുഹൃത്ത് സദാശിവൻ നായരുടെ ഏക പുത്രൻ പ്രേമൻ. ഇത് എന്റെ ഏക മകൾ മാലതി. എന്നാലും എന്റെ പ്രേമ, നീ അങ്ങ് വളർന്ന് വലുതായി പോയല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ ആദ്യം വരുമ്പോഴേ ഈ കൂമ്പാളക്കോട് കൊടുത്ത് മുട്ട. നിന്റെ പെട്ടി സാമാനൊക്കെ എവിടെ വെച്ചിരിക്കുന്നു? അതെല്ലാം ഹോട്ടലിൽ വെച്ചിരിക്കും. ഹോട്ടലിലോ? ഒരു ഏറി അമ്മച്ചി എന്നാലുണ്ടല്ലോ. നിന്നെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്ന് നിന്റെ അച്ഛൻ പ്രത്യേകമായി കത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് എന്റെ കൂട്ടുകാരൻ. അങ്ങനെ വരട്ടെ, കൂട്ടുകാരൻ നിനക്ക് ഇവിടെ ഉണ്ടല്ലേ? അതാ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഏത് ഹോട്ടലിൽ? ഹോട്ടൽ അല്ലല്ല, ഹോട്ടൽ റോളക്സ്, റൂം നമ്പർ 8. മാലതി, ആ വേലുവിനെ പറഞ്ഞേച്ച് റോളക്സ് ഹോട്ടൽ റൂം നമ്പർ 8 നിന്ന് ഇവന്റെ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തുണ്ട്. അയ്യോ സാറേ, എടാ, നീ എന്നെ അമ്മാവാന്ന് തന്നെ വിളിച്ചാ മതി. എന്റെ അമ്മാവൻ സാറേ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കും. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. അതാണ് നിന്റെ അച്ഛന്റെയും ആഗ്രഹം. സൗകര്യപ്പെട്ടാൽ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കണമെന്നുണ്ട്. എന്റെ ഭഗവതി. സദാശിവം മുതലാളിയുടെ വീട്ടിൽ നിന്ന് വന്ന് പ്രേമന്റെ മുറി ഇതാണോ സാർ? ആ കാണുന്ന പെട്ടിയും കിടക്കുകയല്ല അദ്ദേഹത്തിനാണോ സാർ? ഞങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. മുറി കാര്യം ചെയ്യണം. ആ ബില്ലൊന്നും ക്ലിയർ ചെയ്തില്ലല്ലോ. ഇതെന്താ എന്തു പറഞ്ഞാൽ തലയാട്ടുന്നത്? മാനേജർ, എന്താ വിശേഷം? എനിക്കൊന്നും വേണ്ട. മുറി കാര്യം ചെയ്യാനോന്ന് അറിയണം. മുറി കാര്യം ചെയ്യാനോ? എന്തിന്? ആര് പറഞ്ഞു? എന്നിട്ട് ആ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയതോ? പെട്ടി എടുത്തുണ്ടോ? പെട്ടി എവിടെ? ഇവിടെ വെച്ചിട്ട് പെട്ടി ആരെടുത്തോണ്ട് പോയി? മിസ്റ്റർ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴല്ലേ അവരാ പെട്ടി എടുത്തുകൊണ്ട് പോയത്. അത് പെട്ടി എവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ബില്ല് ക്ലിയർ ചെയ്യണം. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കണം. നിങ്ങൾക്ക് പണമല്ലേ ആവശ്യമുള്ളൂ. ഇവിടെ ടിഫിൻ കരിയർ ഇവിടെ അതിനകത്താണ് ഞാൻ പണം വെച്ചിരുന്നത്. താൻ ചട്ടിയിലോ കലത്തിലോ പണം വെക്കും. അത് ഞങ്ങൾക്കറിയേണ്ടത് ആവശ്യമില്ല. മര്യാദക്ക് ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് ഇവിടെ കിട്ടണം. ബൈ. ഇതാണോ നിങ്ങളുടെ ബോയ്?
ഇവന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള രൂപ മുഴുവൻ വാങ്ങിച്ചിട്ട് ഇവനെ പിടിച്ച് പുറത്തിറക്കും. പണം ഏത് പണം? മര്യാദയ്ക്ക് പണം എടുക്ക്. ഒരൊറ്റ കാര്യം, ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ ഓഫീസിൽ പോകാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഓഫീസിൽ പോകാം. മറ്റൊരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് എനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഇതിനെന്തെങ്കിലും വിരുദ്ധമായി ചെയ്തോന്നിരിക്കട്ടെ, ഞാൻ പഴയ മിലിറ്ററിക്കാരനാ, പ്രിൻസിപ്പിൾ ഉള്ളവനാ, ഡിസിപ്ലിൻ ഉള്ളവനാ. ഉളുങ്കുരു പോലെ കൈമോൻ മറിച്ച് പരിചയമുള്ള കയ്യായിരുന്നു. അച്ഛാ, പെട്ടിയും കിടക്കാൻ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവച്ചേക്കാൻ മതി. അയ്യോ, ഇതെല്ലാം കൂടി പെരുക്കി കൊണ്ടുവന്ന അവൻ എന്ത് ചെയ്യും? ആരുടെ കാര്യം നീ പറഞ്ഞത്? എന്റെ കൂട്ടുകാരനെ. ഇതുകൂടെ അങ്ങ് വെച്ചേ. ഇതെന്തിനാ ഈ ചോറും പാത്രം? വീട്ടിൽ താമസിക്കുന്ന ചോറും പാത്രം എന്തിനാ? ഓ, അമ്മ വല്ല അച്ചാറും കൊടുത്തയച്ചതായിരിക്കും. രൂപ നിന്റെ അച്ഛൻ എഴുതിയത് വളരെ കറക്റ്റാ. നീ അസാധാരണമായിട്ട് എന്തും ചെയ്യും. ചോറും പാത്രത്തിനകത്ത് രൂപ വയ്ക്കും, മണിപ്പേഴ്സിൽ അച്ചാറും വയ്ക്കും. ചേടാ, ഇങ്ങനെ ഒരു കാര്യമുള്ളത് അവൻ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അവൻ ഇനി എന്ത് ചെയ്യുമോ? ആര്? എന്ത്? ഇവിടെ നോക്കിയാൽ നിന്റെ വിക്രികളൊക്കെ കയ്യിലിരിക്കട്ടെ. ഇനിയും മുതൽ അത് ഇവിടെ വെച്ച് നിർത്താമെന്ന് നീ വിചാരിക്കണ്ട. മാനേജർ, ഇന്നു മുതൽ ഈ പ്രേമൻ നമ്മുടെ വീട്ടിലൊരു അംഗമാണ്. ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും അവന് ചെയ്തു കൊടുക്കണം. പക്ഷെ ഒരൊറ്റ കാര്യം, അവന് പുറത്തേക്ക് മാത്രം വിടരുത്. അച്ഛാ, നമ്മുടെ വീട് സെൻട്രൽ ജയിലാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കും. കറക്റ്റ്. ധരിച്ചോട്ടെ, ഞാൻ പഴയ മിലിറ്ററിക്കാരനല്ലേ. വീട്ടിൽ വരുന്നതോട് മിലിറ്ററി വേണ്ടച്ചാ. കറക്റ്റ്. എന്നാ പിന്നെ നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. അയ്യോ, പെണ്ണിന്റെ ഇഷ്ടത്തിന് വിടുന്നതിനേക്കാൾ ഭേദം ബോംബേര് കൊണ്ട് ചാകുന്നതാണ്. മര്യാദയ്ക്ക് രൂപ എടുക്ക്. ഇറക്കി നടക്കാൻ വയ്യ. നടക്കാൻ വേണ്ടി ഓട്. തന്നോടല്ലേ പറഞ്ഞത് രൂപ വീട്ടിൽ എടുത്തു തരാമോ? എടാ, ഹോട്ടലിൽ കാശ് കൊടുക്കാഞ്ഞിട്ട് ഒരു റൗഡി എന്റെ കൂടെ അയച്ചിരിക്കുക. നീ വേഗം പോയി രൂപ എടുത്തുണ്ടോ. രൂപ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാൻ? അമ്മ തന്നയിച്ച പാത്രത്തിനെത്തുണ്ട്, പോയി എടുത്തുണ്ടോ. അത് അമ്മാവൻ അകത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. നീ എന്നൊരു ഏടാവൂടത്തിലാണ് കൊണ്ട് ചാടി. എന്തോ നീ ആരോടാ സംസാരിച്ചത്? ഞാൻ ആരോടും സംസാരിച്ചില്ല അമ്മാവ. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നു. രണ്ടുപേരും സംസാരിക്കുന്ന പോലെ കേട്ടല്ലോ. അതായത് നാടകത്തില് രണ്ടുപേര് ഒരുമിച്ച് സംസാരിക്കുന്നത് ഞാൻ അഭിനയിച്ചു നോക്കുകയായിരുന്നു അമ്മാവ. എനിക്കും അത് തോന്നി. ഞാനും ഒരു പഴയ മിലിറ്ററി നാടകമാ. പക്ഷെ വിളിച്ചപ്പോ രണ്ടുപേര് വിളി കേട്ടല്ലോ. എനിക്കുണ്ട് അമ്മാവ. ആണോ? എന്നാ ഒന്നും കൂടെ ഒന്ന് കാണിച്ചേ. അമ്മാവ, ഒരാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എനിക്കത് ചെയ്യാൻ എനിക്ക് നാണമാണ്. അമ്മാവനൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് തിരിഞ്ഞൊന്ന് വിളിക്കും. പ്രേമ, വണ്ടർഫുൾ കഴിവ്. നീയാണ് യഥാർത്ഥ കലാകാരൻ. നിന്റെ അച്ഛൻ എനിക്ക് എഴുതിയിരുന്ന അക്ഷരം പ്രതി സത്യമാണ്. ബാ, ഊണ് വയ്ക്കാൻ വാ. മര്യാദയ്ക്ക് പണം എടുക്കണോ. ഷട്ടിന്റെ കൈയെടുക്ക്. അത് മനസ്സിലിരിക്കട്ടെ. വിട്ടാൽ നീ ഓടിക്കളഞ്ഞാൽ അത് ശരിയാണ്, ഓടിക്കളഞ്ഞാൽ. നീ ഏതായാലും കൈയെടുക്ക, അപ്പോഴേ പറഞ്ഞ് നടക്കൂ. വിട്ടു. ഓടി.
ടിക്കറ്റ് ഇന്ന് കണക്കാരന് വന്ന് പണം മുഴുവൻ എന്ത് വേണമെന്നാണ് പറഞ്ഞത്. ശമ്പളം കിട്ടിയോ മോളെ? എന്താണ് പണം കാണുന്നില്ല. സിനിമ കാണുന്നില്ലേ? നീ ശരിക്കും നോക്കുമ്പോളെ, നീ ശരിക്കും നോക്ക്. ഉള്ളവനല്ലേ തിരിച്ച് വീണ് പോയി നിന്റെ പണപ്പതി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ പുറത്ത് ഓടി വന്നത്. കിട്ടിയോ മോളെ? ഈശ്വര, എവിടെ നിന്ന് കിട്ടി? ബസ്സിൽ വെച്ച് എന്റെ താഴെ വന്ന് പോയി. അപ്പൊ പോയതായിരിക്കണം. എന്റെ അടുത്തിരുന്നവരെ അതൊക്കെ പണമാണ് ഞാൻ ചോദിച്ചത്. പണം വേണമെങ്കിൽ എന്റെ അച്ഛനോട് പോയി ചോദിക്കും. ആനക്കലോട് ആലപ്പുഴ. കളിയാക്കണോ? ഞാൻ പണമാണ് നിർത്തി ഞാൻ ചോദിച്ചത്. കണ്ടോ ഈ തോക്ക്? എവിടെ നീട്ടിയതായി കളിപ്പാട്ടം? അയ്യോ ആശാനെ, തൊലച്ചോ. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ തോക്ക് വെച്ചത് അറിയാമോ? 1 രൂപ കൊടുത്താ ഞാനിത് വാങ്ങിച്ചത്. എന്റെ 1 രൂപ പോയി. സാർ സാർ സാർ, എന്നെ കണ്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ വന്ന ആദ്യത്തെ ആള് നീയാണ്. അപ്പൊ സാറ് എന്നെ പോലെ കള്ളനാണോ? അത് നീ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് മോഷ്ടിക്കാമെന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഞാനാണ് പോലീസ്. ഇരിക്കടാ, വാ. പേടിക്കാതെ വാ. ഞാൻ പോലീസൊന്നുമല്ല. നിനക്ക് അച്ഛനും അമ്മ ആരും ഇല്ലേ? നിന്റെ പേരെന്താ? ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല സാർ. എല്ലാരും എന്നെ നാണൂന്ന് വിളിക്കും. വയറ് നിറയെ ആഹാരം കഴിക്കാൻ പല പണിയും ചെയ്തു നോക്കി. അവസാനം കിട്ടിയ ഐഡിയയാണ് ഈ തോക്ക്. 1 രൂപ കൊടുത്തൊരു തോക്ക് വാങ്ങി. ഞാൻ ആദ്യമായിട്ടൊന്ന് സാറിന്റെ അടുത്താണ്. സാർ അതിനടുത്ത് വലിച്ചു കളയുകയും ചെയ്തു. അതെ, സാർ ആരാണ്? ഞാനോ? എന്റെ പേര് കേട്ടാൽ മനസ്സിലാക്കത്തക്കവണ്ണം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. അത് പിന്നീട് പറയാം. എനിക്കിന്ന് രാത്രി കിടക്കാൻ ഇപ്പൊ സ്ഥലം വേണമല്ലോ. അപ്പോ സാറിന് എന്നെ പോലെ പാവപ്പെട്ടവനാണല്ലേ? താമസിക്കുന്ന കാര്യത്തിൽ സാറ് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ബംഗ്ലാവുണ്ട്. അങ്ങോട്ട് വാ. സന്തോഷം. ഇതാണ് എന്റെ കൊട്ടാരം. ഇതാണോ നിന്റെ വീട്? ഇതാണ് ദൈവം വിളിക്കുന്ന അമ്പലം. ഭക്തിപൂർവ്വം അകത്തോട്ട് പ്രവേശിച്ചോളാം. ദൈവം? ഞങ്ങളെ പാവപ്പെട്ടവരല്ലേ സാർ? ആണോ? വയറ്റിന് എന്തോ ഒരു അസുഖം. സാർ, തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഈ ചെവി അടയ്ക്കുമ്പോൾ തോന്നുന്നുണ്ടോ? ഉണ്ട്. ഈ കണ്ണിനകത്ത് ഒരു ഇരുട്ട് കയറുന്ന പോലെ. അതെ, കുറേശ്ശെ തോന്നും. അത് വല്ലാത്ത രോഗമാണ്. ഈ പരിസരത്തിലൊക്കെ ഈ രോഗം ഉണ്ട്. രോഗം? എന്ത് രോഗം? വിശപ്പ്. അതിനുള്ള മരുന്ന് ഇപ്പൊ ഞാൻ കൊണ്ട്. വേണ്ട, നിന്റെ കാശ് കാണില്ലേ? വാച്ചുകൊണ്ട് നാളെയേറ്റു.
എന്തൊരു പുളിപ്പ്, എന്തൊരു നാറ്റം. യാതൊരു കുഴപ്പമില്ല. ഇതാണ് രക്തം ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി വെള്ളം. കണ്ണു മൂടി കഴിച്ചോളൂ. അങ്ങനെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വളരെ നന്നായിരിക്കും. നടക്കുന്നു. നാണു, എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തിയിട്ട ഒരു സ്ഥലത്ത് ഞാൻ കിടന്നു തുടങ്ങിയിട്ടില്ല. പാവം വൃത്തികരണം ഉറങ്ങുന്ന സാർ ഇവിടെ ഒരു കട്ടില് പോലും ഇല്ല. എന്നാലും ഉറങ്ങട്ടെ. മൂട്ട മൂട്ട ഭഗവാനെ മുട്ട കടിച്ചാൽ ഇതുപോലൊരു വേദനയുണ്ടോ? പെയ്തോ പെയ്തകതീരോ പെയ്തോ പെയ്തകതീരോ പെയ്തോ പെയ്തകതീരോ പെയ്തകതീരകതീരോ. ഏലിയ സാറിത് അവരുടെ സ്ഥലമാണ്. നമ്മളെ താമസിക്കാൻ അവരനുഭവിച്ചിരിക്കുകയാണ്. സാർ അവരെ ഉദ്ധരിക്കാതെ ഉറയ്ക്കോ, പൊയ്ക്കോ പൊയ്ക്കോ. അമ്മേ, കാഫി. എന്തോ? നാണു ബെഡ് കാഫിയുടെ കാര്യം പറയുകയായിരുന്നു. ബെഡ് കാഫിയോ? ഇന്നലെ രാത്രി കഴിച്ചതിന് ശേഷം കുറച്ച് പൈങ്കഞ്ഞ വെള്ളം ഉടച്ചിട്ടുണ്ട്. അതിനൊരു കവള അടിച്ചോ, ഇതിനെയും പിടിച്ചോ. നാണു ബെഡ് കാഫി കിട്ടിയില്ലെങ്കിൽ എന്റെ പ്രഭാത കർമ്മം എല്ലാം മുടങ്ങും. അപ്പോൾ ഇവിടെ ചട്ടി കലം ചൗ എല്ലാം ഉണ്ട്. ചായ പിടിച്ചോ. ഗുഡ് ഐഡിയ. ആണോ? ചായ പൊടി എടുക്കാം. മൂക്കുപടി കൊണ്ടുവിടും. സാർ ഞാൻ ഈ ചായ പിടിക്കാൻ എവിടെ പോകും? നീ ഒരു കാര്യം ചെയ്യും, അയൽപക്കത്ത് എവിടെയെങ്കിലും പോയി ഒരു ചായ പൊടി വാങ്ങിക്കും. എന്റെ കടം വാങ്ങിക്കേ. എന്റെ അന്തത്ത് ഞാൻ ഈ അയലോകത്ത് പോയി കടമൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. എന്നാലേ ഈ വാച്ച് പണി വെച്ചു. വാച്ചോ? ഡിവോഴ്സ് വാച്ചോ? ശരി, ഞാൻ പോയി നോക്കട്ടെ. ഞങ്ങളുടെ വീട്ടില് ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നു. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നില്ല. തേയില കീല തല തേയില തേയില. ജയം ചായപ്പൊടി കിട്ടി. കിട്ടിയോ? നാണു കടം വാങ്ങിക്കാൻ പോകില്ല. എവിടെയെങ്കിലും പോയി കുറച്ച് വാങ്ങിക്കും. കടം വാങ്ങിക്കാൻ പറ്റരുത്. എന്നാ ഒരു കാര്യം വാച്ച് പണി വയ്ക്കുക. നോക്കട്ടെ. അപ്പൊ പൈസക്കാര കൈ ഉറുപറ്റി തെക്കവരും. അപ്പൊ വീട്ടിലെല്ലാം ഉണ്ടെന്ന് അത് നാണു ഈ പാല് പാലില്ലാതെ കട്ടൻ ചായ കുടിക്കും. അല്ല, പാല് കൂടി കിട്ടിയാൽ എല്ലാമായി. നമുക്ക് അയൽപക്കത്ത് എവിടെയെങ്കിലും പോയി ഒരു പാല് വാങ്ങിച്ചോണ്ട് ഞാൻ ഇത് സത്യത്തിൽ ദൈവത്താണെങ്കിൽ പോലും ഒളിയില് എത്ര പ്രാവശ്യം കടം വാങ്ങിക്കുന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഒരു കാര്യം ഇതുകൊണ്ട് പണയം. ഞാൻ പോവില്ല. ശരി, എന്നാ ഞാൻ തന്നെ ഒരു കൈ നോക്കാം. ചായ എനിക്ക് 2 ചായയോ? അച്ഛൻ പ്രേമിക്കുന്നു. അത് പ്രേമനല്ലേ, എന്നെയല്ല. പ്രേമൻ ഞാനാണല്ലോ.
അയ്യോ പോലീസ് സ്റ്റേഷനിൽ അയ്യോ പോലീസ് സ്റ്റേഷനായിരുന്നു നല്ലത്. അമ്മാവൻ തന്നെ സംസാരിക്കും. അച്ഛനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാ. ഹലോ താൻ പിള്ളേരെ പേടിപ്പിച്ച് വളർത്തിയാൽ എങ്ങനെയാണോ? തന്റെ മകൻ തന്റെ പേര് കേൾക്കുമ്പോൾ നിന്ന് വിറക്കുക. ഇത്ര പേടിപ്പിച്ച് അവരുടെ കൂമ്പടഞ്ഞു പോവില്ലേ? ഓക്കെ ഓ ഓഫീസ് കാര്യങ്ങളെല്ലാം വളരെ പങ്ക്ച്വൽ മുറയ്ക്ക് നടക്കുന്നു. ഓക്കെ പിന്നെ സ്വല്പം അടുപ്പില്ല, നോട്ട് ദ കിച്ചൺസ് അടുപ്പ്, അടുപ്പത്തിൽ ക്ലോസ് ക്ലോസ്. കറുത്ത് 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 കറുത്ത്. അച്ഛൻ എന്ത് പറഞ്ഞോ? മോശം, വളരെ മോശം. കുട്ടികളെ ഇത്രയും പേടിപ്പിച്ച് വളർത്താൻ പാടില്ല. പല നേരെ മറിച്ചായി. ഇന്നു മുതൽ നിനക്ക് സർവ്വ സ്വാതന്ത്ര്യങ്ങൾ ഞാൻ അനുവദിച്ചു തന്നു. പക്ഷേ ഓഫീസ് കാര്യങ്ങളെല്ലാം മുറ പോലെ ചിട്ടയായിട്ട് പങ്ക്ച്വലായിട്ട് നടക്കും. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമാവ. അച്ഛനെ മാത്രം വരുത്തായിരുന്നു. അച്ഛൻ എന്താ നിനക്ക് എത്ര പേടി? അയ്യോ അച്ഛൻ എന്നോട് വലിയ ദേഷ്യമോ? ദേഷ്യം? അയ്യോ അത് വേണ്ട മാവ, അച്ഛൻ ചത്തു. കാറാൻ കന്യകേ നിൻമുഖം കാണുമ്പോ ചിത്രകന്യകേ നിൻമുഖം കാണുമ്പോ ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു, എന്റെ ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു 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 ചിത്രകന്യകേ. സാഗരം തുളുമ്പി നിൽക്കൂ നിന്റെ നീമിഴിപ്പൂവിൽ. ആഹാ നീലസാഗരം തുളുമ്പി നിൽക്കൂ നിന്റെ നീമിഴിപ്പൂവിൽ. എന്തു മോഹം എന്തു ദാഹം നിന്നിലലിയാനോ മലേ. എന്തു മോഹം എന്തു ദാഹം നിന്നിലലിയാനോ മലേ ചിത്രകന്യകേ. പൂഞ്ചായൽ കണ്ട മേഘമാലകൾ മഴയായി വീഴും നിന്റെ പൂഞ്ചായൽ കണ്ട. എന്തു മോഹം എന്തു ദാഹം ഒന്ന് തഴുകാനോ മലേ ചിത്രകന്യകേ. നിൻമുഖം കാണുമ്പോ ചിറകുകൾ വിടരുന്നു, എന്റെ ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു വിടരുന്നു വിടരുന്നു.
എന്തു മോഹം എന്തു ദാഹം ഒന്നു മുഖരാനോ മലേ ചിത്രകന്യകേ നിന്നുകം കാണുമ്പോ ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു എന്റെ ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു 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 ചിത്രകന്യകേ രാധേ, മുല്ലപ്പൂവിൻ സൗരഭ്യവും തേൻവിരിയിൽ ലാമ്പലും പോലെ എന്റെ ഹൃദയത്തിൽ നീ എന്ന് വരും ഓമനെ? അതിന് സമയമാകുമ്പോൾ പ്രിയേ, ഞാൻ പറഞ്ഞു നീ കേട്ടുന്നു. ഇന്ന് നീ എടുത്തുകൊണ്ടുപോയ പൂക്കുടയിൽ പൂക്കൾ മാത്രമല്ലായിരുന്നു, എന്റെ ഹൃദയവും അതിലുണ്ടായിരുന്നു. അതെ അതെ, നല്ല ഭാരം ഉണ്ടായിരുന്നു. തുറന്നു നോക്കിയത് ഹൃദയം കണ്ടു. അപ്പൊ എന്റെ ഹൃദയം നീ അതിനകത്ത് നിന്ന് വെച്ചിരിക്കുകയാണോ? നിന്റെ ഹൃദയത്തോട് ചേർത്ത് ഒട്ടിവെച്ചില്ലേ? ഇല്ല, തിരിച്ചു തരാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ദ്രോഹം ചെയ്യില്ലേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇല്ല, ഹൃദയമില്ലാത്തവരെ എങ്ങനെ പ്രേമിക്കും? അയ്യോ, എനിക്ക് ഹൃദയമുണ്ട്. ഞാൻ നിന്നോട് വെറുതെ തമാശ പറഞ്ഞതാണ്. അയ്യോ, പറഞ്ഞതൊന്നും തമാശയാണോ? എന്നെ പ്രേമിക്കുന്നു പറഞ്ഞതും തമാശയാണോ? ഇങ്ങനെ തമാശ പറയുന്നവരെ ഞാൻ പ്രേമിക്കുന്നില്ല. അയ്യോ, എനിക്ക് തല കറങ്ങുന്നു. അയ്യോ, തല കറങ്ങുന്നു? അതെ, ഒരു മയക്കം പോലെ. ഈ മയക്കത്തിന് ഒരു മരുന്നേ ഉള്ളൂ. അതെ, ആ മരുന്ന് നിന്റെ അടുത്ത് മാത്രമേ. ചേടാ, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. 2 രൂപയെങ്കിലും സ്വന്തമായി ഉണ്ടാക്കാതെ രാധയെ പോയി കാണുന്നത് നാണക്കേടല്ലേ? ഒരു ഐഡിയ. നമുക്ക് ഈ കണ്ണാടി മാളി ഇരിക്കുന്നതെല്ലാം ഇത്തിരി കല്ലെറിയണം. കല്ല് കല്ല്. എന്തിന്? തല്ലുകൊള്ളാനോ? അല്ല സാർ, ഞാനേ നേരത്തെ ഈ വീടുകളിലെ കണ്ണാടികളൊക്കെ ഗാഡ്ബിൽ അടിച്ച് ഉടയ്ക്കും. സാറേ, കണ്ണാടി പേൻ കണ്ണാടി പേൻ എന്നും വഴി നടക്കും. അവരെ കണ്ണാടിയുടെ സാറിന് വിളിക്കും. ചോദിക്കുന്ന കൂലിയും തരും. എന്താ ചേടാ നാണു, കണ്ണാടി ഉടയുന്നതോടെ നമ്മുടെ എല്ലും ഉടയുന്ന ഏർപ്പാടാണല്ലോടാ ഇത്. ശരി, നോക്കാം. രാധയുടെ മുഖത്ത് നോക്കണമല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങിക്കളയാ. ഒന്നാമത്തെ നിലയിൽ 2 കണ്ണാടി, രണ്ടാമത്തെ നിലയിൽ 3 കണ്ണാടി. സാറിന് കണ്ണാടി വെച്ചിട്ടുള്ളൂ. പൊയ്ക്കോ. ആരാടാ കണ്ണാടി പൊട്ടിച്ചത്? നേരത്തും കാലത്തും ജനിക്കാത്തവരെ പിള്ളേരുണ്ട്. നാശങ്ങൾ ചെയ്യുന്ന അക്രമം ആരെയും കാണുന്നില്ല. ആരാണത്? ഇവിടെ ആരാണെന്ന്? കണ്ണാടി കണ്ണാടി റിപ്പയർ, കണ്ണാടി കണ്ണാടി ഒന്ന് നിൽക്കണേ. നല്ല സമയത്ത് തന്നെ വന്നു. ഇവിടെ ഒന്നാമത്തെ 2 കണ്ണാടി, രണ്ടാമത്തെ 3 കണ്ണാടി അല്ലേ? അത് തനിക്കെങ്ങനെ മനസ്സിലായി? അതാണ് തൊഴിൽ ജ്ഞാനമെന്ന് പറയുന്നത് സാർ. എന്നാലും ഇത്ര കൃത്യമായി തനിക്കെങ്ങനെ മനസ്സിലായി? അതെ, ഈ കുറെയൊക്കെ ദീർഘവീക്ഷണമില്ലാതെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ സാധ്യമല്ല സാർ. ഏത് കണ്ണാടി എവിടെ എപ്പോ എങ്ങനെ പൊട്ടുമെന്ന് എനിക്ക് പറയുവാൻ കഴിയും സാർ. എന്താ ചാർജ്? വെറും 50 രൂപ സാർ. 50 രൂപ? അതെ സാർ. ശരി, മാറ്റൂ. ഗുഡ് ബിസിനസ്. അധ്വാനമില്ലായ്മ, ആദായകരം പിടിച്ചോ. ഏതാ അടുത്ത വീട് പറഞ്ഞോ? ഇത് മൂലൊരു ബംഗ്ലാവുണ്ട്, 30 നമ്പർ വീട്. മുകളിൽ 4 കണ്ണാടി, താഴെ 2 കണ്ണാടി. ഞാൻ പോയി കുറച്ച് കണ്ണാടി കൂടി വാങ്ങിച്ചു വരാം. നീ കൃത്യം 10 മണിക്ക് മുമ്പ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കേ, 10 മണി. കണ്ണാടി റിപ്പയർ, കണ്ണാടി 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 കണ്ണാടി
കണ്ണാടി റിപ്പയർ. കണ്ണാടി കണ്ണാടി റിപ്പയർ കണ്ണാടി കണ്ണാടി കണ്ണാടി. സാറെന്താ എന്നെ വിളിക്കാത്തത്? എന്തിന്? കണ്ണാടി മാറ്റണ്ടേ? വേണ്ട, ഇവിടെ കണ്ണാടിക്ക് ഒരു തകരാറുമില്ല. അങ്ങനെ പറയാൻ ന്യായമില്ലല്ലോ സാർ. സാർ 34 നമ്പർ വീടിതല്ലേ? അതെ. മണി ഇപ്പൊ എത്രയായി? 10:15. അപ്പൊ കണ്ണാടി പൊട്ടിയിരിക്കണമല്ലോ. സാറും ഒരു മനുഷ്യൻ. താൻ എവിടുത്തുകാരനാണോ? കണ്ണാടി പറഞ്ഞു പൊട്ടിക്കാൻ നടക്കുന്നു. സാർ നോക്കണം സാർ, ഇപ്പൊ എന്ത് പറയുന്നു? പിടിയവനെ, പിടിയവനെ. ഇയാൾ എന്റെ വീട്ടിൽ കണ്ണാടി മാറ്റിയിട്ട ആളാണ്. ഇവൻ പൊട്ടിക്കാൻ നടക്കുന്നു, ഇയാൾ ഇടാൻ നടക്കുന്നു. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ രണ്ടുപേരുടെ എല്ല് നമുക്ക് തല്ലിപ്പൊട്ടിക്കാം. എങ്ങനെയുണ്ട് സാർ ബിസിനസ്? എടാ, ഈ ബിസിനസ് നമുക്ക് വേണ്ട. വാരിയിലൊടിയുന്ന ബിസിനസ്സാ. ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ. അടി വരുമ്പോ കയറി ഓടാൻ. എത്ര രൂപയാണോ? 5 രൂപയായി സാർ. ഞാൻ കയറി ഇരുന്നിട്ട് അങ്ങനെ കുറയ്ക്കുകയാണല്ലോ. എന്താണ് വല്ല മരുന്ന് വാങ്ങിച്ചു കുടിച്ചൂടെ? നാട് മുഴുവൻ ജലദോഷവും ചുമയുമാ സാർ. മുന്നറിയിപ്പ് പോലും കൂടാതെ ഇറങ്ങി തിരിച്ചത്. അല്ല, അറിയിച്ചിട്ട് വന്നാൽ നീ എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി 2 ദിവസത്തിന് മുമ്പേ ബഹളം തുടങ്ങിയല്ലേ? അതുകൊണ്ടാ. പിന്നെ വീട്ടുകാർക്കൊക്കെ സുഖം തന്നെ. വീട്ടുകാരെന്ന് പറയാൻ എനിക്ക് ഭാര്യ ഒന്നല്ലേ ഉള്ളൂ. അവർക്ക് സുഖമാ. വേനോ കാപ്പി? കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം. എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു പ്രേമൻ? അവൻ വളരെ യോഗ്യനായി കഴിഞ്ഞില്ല. ആഫീസ് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത്, വീട്ടുകാര്യങ്ങളെല്ലാം വളരെ ശുഷ്കാന്തിയോടുകൂടി നിർവഹിച്ച്, എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി കൃത്യനിഷ്ഠയുള്ളവനും യോഗ്യനുമായി തീർന്നിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ അവനെ നിന്റെ കൂടെ അയച്ചത്. ഏടോ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ നാടകം നടത്തി. പ്രേമന്റെയും മാലതിയുടെയും അഭിനയം ഉണ്ടല്ലോ, ഒന്ന് കാണേണ്ടതായിരുന്നു. ഇവിടെ ഈ നാടകം അവൻ അവിടെ കിടന്ന് നാടകം, പാട്ട്, കൂത്ത് എന്നൊക്കെ പറഞ്ഞ് ചീറ്റാവെന്ന് വിചാരിച്ചാണ് ഞാൻ അവനെ നന്നാക്കാൻ നിന്റെ കൂടെ അയച്ചത്. അവനിപ്പോ അതിനേക്കാൾ തലതിരിഞ്ഞവനായിരുന്നു. ഒരു ഏറി അമ്മയ്ക്ക് എന്നാലുണ്ടല്ലോ, തലകരിഞ്ഞെന്ന് മാത്രം അവനെ പറ്റി പറയാം. നിന്റെ പഴയ ഏറെ ഇതുവരെ വിട്ടില്ല അല്ലേ? ശീലിച്ചു പോയതല്ലേടോ, പാലിക്കാതിരിക്കാനൊക്കെ. മോനെ പ്രേമ, പ്രേമ. എന്താ? ഓഫീസിൽ പോകും. അച്ഛൻ വിളിക്കുന്നു. ഓഫീസിൽ പോയി പറഞ്ഞു. എങ്ങനെ ഇരിക്കുന്നതാ എന്റെ ഐഡിയ? ഒന്ന് പോടാ നിന്റെ ഐഡിയ വെച്ചുകൊണ്ട് പെരുമാറിയിട്ടുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എല്ലാം ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി. നീ പറയുന്നത് പോലെ ഇതുവരെ ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഈ ത്രിസംഗ സ്വാഗതത്തിൽ വന്നത്. ഇത്ര ഭീരുവായി പോയല്ലോ. ഇവിടെ പ്രേമ, നിന്റെ അച്ഛനെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് വെച്ചു. എന്റെ ഗതി അറിയാവോ? പോലീസ് എന്നെ തൂക്കിയെടുത്ത് 6 മണി. അയ്യോ പ്രേമ, എന്താ മിസ്റ്റർ 2250 രൂപയോ? നിങ്ങൾ എന്താ മിസ്റ്റർ ഇവിടെ നോട്ട് പ്രിന്റ് ചെയ്യുന്നു വിചാരിച്ചോ? മിസ്റ്റർ, ഈ ഓരോ രൂപയും മുതലാളി രക്തം ചിന്തി ഉണ്ടാക്കുന്നത് അറിയാമോ? നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ മിസ്റ്റർ? ഞാൻ സംസാരിക്കുന്നത് മിണ്ടിപ്പോയത്. മിസ്റ്റർ കാലത്ത് ടൈം കെട്ടി ഒരുങ്ങി വന്നാൽ പോലെ ശല്യപ്പെടുന്നത് പിന്നെ വരണം. മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ മിസ്റ്റർ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ കാലത്തെ സമയത്ത് വന്ന് ജോലി നിങ്ങൾ എന്ത് വിചാരിച്ചു അവിടെ ഇരിക്കുന്നത്? കുറച്ചുകൂടി ഉത്തരവാദിത്തം വേണ്ടേ? നിങ്ങളെ ഡിസ്മിസ് ചെയ്തേ. ശമ്പളം വാങ്ങിച്ച ജോലിയാണ് എപ്പോ അമ്മയ്ക്കൊക്കെ സുഖമാണോ? ഞാനിപ്പോ വലിയ ബിസിയാണ്. പഴയ പ്രേമനൊന്നുമല്ല. എനിക്കിപ്പോ വന്നത് നീ പറഞ്ഞ പോലെ നീ പഴയ പ്രേമനല്ല. ഇനി നീ എന്തിനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം നിനക്ക് നോക്കാമല്ലോ. അച്ഛാ,
ഇതെല്ലാം വിട്ടറിഞ്ഞിട്ട് വരുന്നത് ശരിയാണോ? അതുകൊണ്ട് അപ്പൊ കല്യാണക്കാര്യം കല്യാണം ആർക്കച്ചാ? നിനക്കറിയാൻ പാടില്ലേ? നിനക്കും മാലതിക്കും. അച്ഛാ അത് പറയാൻ എന്താണ് കാര്യം? അച്ഛാ അത് അച്ഛാ നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരുടെ വിവാഹം എത്ര മുമ്പേ ഞങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിച്ചതാണ്. അച്ഛാ ആ പെണ്ണിന് തലക്കൽപ്പം വട്ട. പക്ഷം വട്ട് വട്ട്. നീ പോയിരുന്നു ജോലി. പൊക്കോ. എടാ മോനെ, നീ എന്താണ് പറഞ്ഞത്? എന്റെ മാനതിക്ക് ഭ്രാന്താണെന്നോ? എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ പിന്നെ അവളെ തന്നത് നിന്റെ മാല ഞാൻ. സംശയം എന്തേ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ പ്രാർത്ഥിക്കാറുള്ളത്? പിന്നെ ഒരു ഈ ചേട്ടന് എന്നും ഒരു താശ പാടില്ലല്ലോ ഇതൊക്കെ പറയാൻ. മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ എന്ന്. വേണ്ട വേണ്ട ഒന്നും പറയണ്ട. ചേട്ടാ എടാ, വഴി നടക്കുന്ന പെമ്പിള്ളേരെ കറക്കി കയ്യിലെടുക്കാൻ നടക്കാല്ലേടാ. ആണുങ്ങളുടെ കൈയുടെ ചൂട് നിനക്കറിയില്ല. കുമാർ, അദ്ദേഹത്തിനോട് അനാവശ്യമൊന്നും പറയരുത്. അദ്ദേഹമോ? അനാവശ്യമോ? ഓഹോ, ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടത്. കാലത്തെ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് സ്കൂളിലോട്ടൊരു പോക്ക്, വൈകുന്നേരം തൊഴാനാണെന്ന് പറഞ്ഞ് അമ്പലത്തിലോട്ടൊരു സഞ്ചാരം. കണ്ട കാമുകന്മാരെയൊക്കെ പ്രീണിപ്പിക്കാൻ നടക്കാല്ലേടി. വാടിയിങ്ങോട്ട്, വാടിയിങ്ങോട്ട്. വിടാം വിടാം. ഇന്ന് നിന്നെ ഞാൻ കൊല്ലുന്ന ദിവസമാണ്. വായിങ്ങോട്ട്. അത്രയ്ക്ക് അഹങ്കാരിയാ. രാധ ടീച്ചർ പഠിക്കുന്നതല്ല നടക്കുന്നത്. എല്ലാ ചെറുപ്പക്കാരുമായിട്ട് ശൃംഗരിച്ച് പണം ഉണ്ടാക്കാൻ നടക്കുക. ഇനി ശബ്ദിക്കുന്നത് ഇതൊക്കെ പഴയ ശ്യാമല്ല അമ്മാവ. ഇതൊന്നും ഇട്ട് ഏറ്റുകയില്ല. അമ്മാവൻ എന്റെ കൂടെ വാ, ആ അമ്പലത്തിന്റെ നടയിൽ ഞാൻ കാണിച്ചു തരാം. ഒരു ചെറുപ്പക്കാരുമായിട്ടൊന്ന് ശൃംഗരിക്കുന്നു, മനസ്സിലായോ? അല്ല, ഇതൊന്നും കാണാൻ അമ്മാവന് കണ്ണില്ല. അവിടെ എന്താ നേരത്തെ തന്നെ ആ കാഴ്ച എടുത്തില്ലേ? അത് അവർക്കൊരു സൗകര്യമായി. ഞാൻ വിചാരിച്ച് കണ്ണുള്ളതാണ്. ഇപ്പൊ അറിയില്ല. എന്റെ വേറെ എനിക്ക് നല്ലതാണ്. അവൻ പരിശുദ്ധിക്കണം. അവളെ കുറിച്ചുള്ള നീ പറയുന്നത്. ഓഹോ, ഇപ്പോഴല്ലേ അറിയുന്നത്. അമ്മാവിന്റെ അറിവോടുകൂടി ഐക്യത്തൊക്കെ നടക്കുന്നതല്ലേ? എന്തിനാ അമ്മാവായി അറിയാത്ത മകളെ കൊണ്ട് ആകാവുന്ന തുക സമ്പാദിക്കുക. എനിക്ക് എന്റെ വരെ കെട്ടിയെടുക്കാൻ നോക്കുന്നല്ലേ? അത് മനസ്സിരിക്കുന്നോ? പിന്നെ ഞാൻ കൊന്നു ഒന്നുമാറിയ അഭിമാനം അതേ മനസ്സിരിക്കും. എനിക്ക് കണ്ണു പോകാറുണ്ട്. ഞാൻ കണ്ണു പറയുന്നത് അവനെ പോകുമായിരുന്നു. എനിക്കങ്ങനെ അഭിപ്രായമായിരുന്നു. ഇവിടെ നിന്ന് പോകുന്നത് കുട്ടികളെ പഠിപ്പിക്കാനോ? വിശ്വാസമില്ല. വിശ്വസിച്ചാൽ മതി. ആ അമ്പലം ആകട്ടെ, എന്താണ് നടന്നത്? ഞാൻ പറയാം അവിടെ എന്തൊക്കെയാണ് നടന്നത്. നിന്നാരാ? എന്റെ പേര് പ്രേമൻ. ഞാനും രാധയും കൂടി അമ്പലവാദിക്കൽ നിന്ന് സംശരിയാണ്. അത് കണ്ടിട്ട് ആരോ ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞതാണ്. അച്ഛാ, ഇദ്ദേഹമാണ് അന്ന് ബസ്സിൽ നഷ്ടപ്പെട്ട പണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. കുഞ്ഞ്, നിന്റെ നല്ല മനസ്സ് നാട്ടുകാർ കണ്ടുവെന്ന് വരികില്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. അവളുടെ ഭാവിയെ അത് ബാധിക്കും. രാധയുടെ ഭാവിയെക്കുറിച്ച് തീരുമാനിച്ചു തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മാവൻ ഇഷ്ടമാണെങ്കിൽ രാധ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്.
രാധിക്കും അത് ഇഷ്ടമാണ്. നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നിന്റെ അച്ഛനും അമ്മയും അനുവദിച്ചില്ലെങ്കിൽ എന്റെ മകളുടെ ഗതി എന്താണ്? അവർ ഒരിക്കലും എഴുതി നിൽക്കുകയില്ല. ഒരു കാരണവശാലും ഞാൻ രാത്രി കൈവിടുകയില്ല. ഈ കാണുന്ന വീട് അമ്പലമായും അന്ന് ദൈവമായും കണക്കാക്കിക്കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, രാധയായിരിക്കും എന്റെ ഭാര്യ. അന്ന് നിങ്ങൾ ആശീർവദിക്കണം.
ഇന്ന് തന്നെ അയക്കണ്ട. സാറിന് വായിച്ചു നോക്കില്ല. കുമാർ വായിച്ചില്ലേ? അത് മതി. സാറിന് ദുഃഖിച്ചിരിക്കുന്ന പോലെ. കുമാർ, സ്നേഹത്തിന്റെ ശിക്ഷയാണ് ദുഃഖം. ചന്ദ്രമുനിന്റെ കാര്യം ആലോചിച്ചായിരിക്കും. അത് തന്നെ. ഒരു മകനല്ലേ ഉള്ളൂ. സ്നേഹിച്ച് വളർത്തി വലുതാക്കി. അവനൊരു മദ്യപാനിയാണെന്ന് കുമാർ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന. ചെറുപ്പമല്ലേ സാർ, എല്ലാം മാറിക്കോളൂ. ഞാൻ ഉപദേശിക്കാം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങിങ്ങനെ മനസ്സ് വിഷമിക്കരുതെന്നാ. കുമാർ ഒന്ന് ഉപദേശിച്ച് നോക്കൂ. ഞാൻ ഉപദേശിക്കാം. എനിക്ക് കുമാർ മാത്രമേ ഉള്ളൂ ഒരു സഹായത്തിന്. ഞാൻ എന്നും സാറിന്റെ സഹായത്തിനുണ്ടല്ലോ. മരുന്ന് കഴിക്കാൻ സമയമായില്ലേ? എടുത്തോളൂ. ആ കുമാർ, അച്ഛനെന്ത് പറഞ്ഞു? ഞാൻ ആ കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത്. ചന്ദ്രൻ കുറേശ്ശെ മദ്യപിക്കുന്നുള്ള കാര്യം അച്ഛൻ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലും? എങ്ങനെ അച്ഛന്റെ മുഖത്ത് നോക്കും? അതിന് നിനക്കെന്താ? നിന്നെ വേണ്ടാന്ന് വെച്ച അച്ഛനെ നീയും വേണ്ടാന്ന് വെച്ചേക്കണം. കുമാർ, ചന്ദ്ര, ഈ പഴമക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ജീവിതം നമുക്കൊക്കെ ആസ്വദിക്കാനുള്ളതാണ്. നിനക്കുള്ള അവകാശം നീ ധൈര്യമായിട്ട് ചോദിച്ചു വാങ്ങണം. അതിനെന്താ? അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ. ചന്ദ്ര, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ കിട്ടണം. ആവശ്യത്തിന് മുമ്പിൽ അച്ഛനൊന്നും അമ്മയൊന്നും ഇല്ല. ഞാൻ അങ്ങനെ വളർന്നവനാ. നിനക്ക് ന്യായമായിട്ട് കിട്ടാൻ അവകാശമുള്ള സ്വത്ത് നീ ചോദിക്കണം. നീ എന്താ വിഷമിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കും. ഒരാൾമാരൊക്കെ നിറഞ്ഞിരിക്കുന്നു മോളെ. അപ്പോഴേ ഞാൻ സത്യം പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? അപ്പൊ നീയും അത് വായിച്ചോ? എന്ത് വായിച്ചോളാ? വേറൊരുത്തന്റെ പേരും പറഞ്ഞ് പെണ്ണിനെയും കല്യാണം കഴിച്ച് ആഭരണങ്ങളും മോഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു ഒരുത്തൻ. എന്നിട്ട് പോലീസ് ചെയ്തു. 9 മാസം ശിക്ഷിച്ചു. ഞാനാചാര്യങ്ങൾക്ക് ഒരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു അവനെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞാല്. അമ്മാവ, എന്നാ എന്നെ തന്നെ അങ്ങോട്ട് ചെയ്യും. ഞാൻ ചിന്ന ഭിന്നമായിക്കോട്ടെ. അയ്യോ, മോർണിംഗ്. വരണം വരണം. ഇത് പ്രേമനില്ല ഇവിടെ? ഉണ്ടല്ലോ, വിളിപ്പിക്കാമല്ലോ. പ്രേമ, പ്രേമ, എന്താണോ വിശേഷിച്ച്? ഞങ്ങളുടെ ക്ലബിൽ ഒരു നാടകം നടത്തുമെന്ന് ആഗ്രഹിക്കുന്നു. അത് പ്രേമനെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കുകയാണ്. നേരിട്ട് കണ്ടത് ചോദിച്ചിട്ട് പോകാൻ വെച്ച് കരുതി വന്നതാണ്. അത് ശരി. ഓ, ഞാൻ നേരിട്ട് പറഞ്ഞ അവനെ ഏർപ്പാട് ചെയ്യാമല്ലോ. മോളെ പ്രേമനെ വിളിച്ചോണ്ടോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. 3 നാളെ വന്ന് കേറി കാലമാകും ശല്യപ്പെട്ട്. എടി, നീ എന്നോട് മിണ്ടണ്ട. എങ്ങനെ ഉണ്ടാണ്ടിരിക്കും? നിങ്ങൾക്ക് വീടിനെ കൂടുന്ന വല്ല വിചാരമുണ്ട്? എടി, നിന്നാട് ഞാനാണ് പറഞ്ഞത് എന്നാട് മിണ്ടണ്ടാണ്. തലവണ്ടക്ക് ഞാൻ ഒരു കീറ ഞാൻ വെച്ചു തരും. കാണിക്കുന്നൊക്കെ ദൈവം നമ്മളെ കൂടി അറിയാണ്ടിരിക്കില്ല. എടി, ഞാൻ അധ്വാനിക്കുന്നതിന് ദൈവം തമ്പുരാൻ എനിക്ക് കൂലി തരും. നിങ്ങളുടെ ആളുകളെ പോലെ കടലിൽ പോയി വേലയെടുക്കാൻ മേലെ? ഈ
വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നല്ലതാണെങ്കിലല്ലേ ചങ്കറപ്പോട് കൂടി കടലിൽ പോയി ജോലി ചെയ്യുന്നത്. നിന്റെ സ്വഭാവത്തിന് ഞാൻ കടപ്പുറത്ത് ചെല്ലുമ്പോഴത്തിനേ ചത്തുപോകും വെള്ളം തൊടണ്ട. എന്റെ അടുത്ത് തോന്നാത്തത് നീ അല്ലേ ആപ്പക്കാരി മറിയാതെ പറയാൻ നടക്കുന്നത്. നല്ല കളി. അതുകൊണ്ടാണല്ലോ അവളുടെ പുറകെ നടക്കണത്. ദേടി നീ അങ്ങാട്ട് കയറി കളിക്കണ്ട കേട്ടാ. അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ പല്ലിയാനെടുക്കും. പല്ലെടുക്കാൻ നടക്കുന്നു. നീ മുണ്ടാണ്ടിരിക്കൂലടി. എന്റെ കളഞ്ഞ ചവിട്ടോട് നടക്കാൻ എനിക്ക് നാളെ ഉണ്ടാണോ? ഇടി കുതിര 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 എന്താണ്ടി പറഞ്ഞത്? നാളമില്ലെന്നാ ആക്കി എനിക്കാ. പിന്നെ എന്തിനാടി നീ ഈ കിടപ്പ് കിടക്കണത്? ഇറങ്ങി പോടി നിന്റെ അമ്മയുടെ അങ്ങക്ക്. അല്ലെങ്കിൽ നീ എന്തിനു പോണം? ഞാൻ അങ്ങോട്ട് പോവാം. ആ നിന്റെ കയ്യിൽ നിന്ന് ചോറും കറിയും മായിട്ട് തിന്നുന്ന എന്നെ വേണോടി തല്ലാൻ. ആ എടി കുതിര കുതിര ഞാനെങ്ങോട്ട് പോവും പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ അറവുകാട്ട് അമ്മയാണ് ഞാൻ ഇതിന്റെ അകത്ത് കാലെടുത്ത് വെക്കുക. അറിയാവില്ല കേറുന്നുണ്ട്. എന്റെ ഭഗവാനെ മാനേജർ, സെക്രട്ടറി, നിങ്ങൾ എല്ലാവരും കൂടി പോയി ഉടൻ തന്നെ അരമണിക്കൂറിനുള്ളിൽ പ്രേമൻ എവിടെയുണ്ടെങ്കിലും തേടി പിടിച്ച് ഇവിടെ കൊണ്ടെത്തിക്കണം. ജീവനോടുകൂടി എത്തിക്കുന്നവന് 50 രൂപ ഇനാം. യാതൊരു അറ്റകുറ്റം ഉണ്ടാകാൻ പാടില്ല. ജീവനോടുകൂടി തന്നെ പ്രേമൻ ഇവിടെ എത്തിക്കണം കേട്ടോ. സെക്രട്ടറി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രേമന്റെ ഫോട്ടോ അവിടെ കൊണ്ടുപോകണം. എന്നിട്ട് ആ ഫോട്ടോയിലുള്ള ആളെ ഉടനെ അരമണിക്കൂറിനുള്ളിൽ ഇവിടെ തേടി പിടിച്ചെത്തിക്കാൻ പറയണം. നോക്കോളൂ. എന്നിട്ട് താനെന്താ അങ്ങോട്ട് പറയുന്നത്? അപ്പം തന്നെ നടക്കും. അല്ലെങ്കിൽ വേണ്ട. അതെന്താണ്ടോ എനിക്ക് വിശക്കണില്ലേ? വിശക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. പക്ഷെ എന്റെ കയ്യിൽ കാശില്ല. അതിന് എത്ര ആളെന്താ കാശ് തന്നിട്ടാണോ ഞാൻ അപ്പം തന്നത്? ഇതെന്താ ഒരു പുതിയ വഴക്കം? പുതിയ വഴക്കം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതെന്താണ്ടോ തന്റെ വർത്താനം വല്ലാണ്ടിരിക്കണത്? വല്ലാതിരിക്കുന്നു. ആള് മാറിപ്പോയല്ലാണ്. ഇതെന്താണോ ഈ പൊടിപ്പിച്ച് വെച്ചാൽ നടക്കണത്? ഈ ഉടുപ്പ് പുതിയതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഇന്നലെ എന്നെ ഓമനപ്പുഴയില് കടലമ്മ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാ? അല്ല കൊണ്ടുപോയാന്ന്? എന്ത് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഈ അപ്പമ്മനെടുത്ത് കാണിച്ചാലുണ്ടല്ലോ ഇത് വലിയ ശല്യമായല്ലോ. ശില്പകാരിയും തമ്മിൽ പൗഡർ കാശ് തരാന്ന് പറഞ്ഞിട്ട് തന്നാണോ? ഈ പെമ്പർനോത്തി രാവിലെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഞാൻ നിങ്ങൾ അറിഞ്ഞു പോലുമില്ല. ഇത് നിങ്ങൾ ലീലാദാസിന്റെ പണിയാണല്ലോ കാണിക്കണത്. ആ കുതിര എവിടെ നിൽക്കണ്? അതാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം സംസാരിക്കണമില്ലേ? ഞാൻ പോണം. നിങ്ങൾ പട്ടാണിയിടക്കിൽ വരുമല്ലോ, അപ്പ കാണാം. എല്ലാരും പറയേ കച്ചവടമൊക്കെ എങ്ങനെ ഇരിക്കണേ? കച്ചവടം ചെലവാറുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ തോന്നല് കണ്ണത്തിൽ വേഗത്തിൽ പോരുമല്ലോ. അവിടെ ഒരു അപ്പക്കച്ചവടം നിന്റെ ഒപ്പം അധികാരി ഇടപാടത്തില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ ആരാ? ഞാനിപ്പോ ആരാണെന്നോ? എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? കാമാക്ഷി, മീനാക്ഷി, കാമാക്ഷി, അയ്യോ എന്റെ കൊച്ചായോ, എന്താണ് പറഞ്ഞോട് കാമാക്ഷിയാണല്ലാതെ? എന്നെ അറിയത്തില്ല. 4 വർഷം കഴിഞ്ഞപ്പോഴത്തേനും എന്നെ അറിയത്തില്ല. എന്താടാ പറയാൻ കേൾക്കണത്? പരമനല്ല പ്രേമൻ. പ്രേമനോ? എടാ പരമ കുടിച്ചിട്ടുണ്ടെങ്കിൽ വൈകി കിടക്കണ കുടിച്ചമേ.
സത്യത്തിൽ ഞാൻ കുടിക്കത്തില്ല. കേട്ടോടി നടത്ത്, നിന്റെ കെട്ടിയാൻ ഈ സത്യം ഇടുന്ന് നിർത്തിയിട്ടില്ലല്ല. കെട്ടിയോനും സത്യമായിട്ട് ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പരിവാറ് പോലെ ഒറ്റ ജീവനോടെ കെട്ടിയാണ് മുമ്പിൽ നിൽക്കണം. പിള്ളേര് കാലം ഇങ്ങോട്ട് ഒന്നോ വെക്കണം. എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കി അവളെ കെട്ടിയില്ലെന്ന് പറയാൻ നിനക്ക് തോന്നിയല്ലോടാ. കല്യാണം കഴിച്ചിട്ടില്ലാത്ത എനിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് അനുഭവം പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. നീ കൊച്ചത്തിന്റെ മുഖത്ത് നോക്കി പറ. എനിക്ക് പിള്ളേരും തെറ്റിയാലോട്ട് ജീവിക്കണം. അതാ നിങ്ങളെല്ലാവരും കൂടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്റെ കയ്യും കാലിന്റെ കുറ്റി ഓടിക്കാൻ കുറ്റി ഓടിക്കാൻ വല്ല കമ്പം പോലെ മറ്റോ. താനായോടോ എന്നെ എടാ പോടാന്ന് വിളിച്ചാൽ? ഞാൻ ആരാണ്? കേരിക്കുറ്റത്തിൽ ആരാണ്? സത്യമായിട്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഞാനൊരു വഴിപോക്കനാണ്. എന്നെ വിട്ടേര്. കൊച്ചക്കനെ പറ്റിച്ചിട്ട് കടന്നു കളയാമെന്ന് വിചാരിച്ചാ നീ മനുഷ്യനാ പോലോ? നിന്റെ മക്കൾ തന്നെയല്ലേ ഇങ്ങനെ പെരുമാറിയല്ല? എന്റെ മക്കളാണ്. എന്റെ മകളാണ്. അയ്യോ, അപ്പൊ പിന്നെ എന്റെ മോനാണ്. അപ്പൊ നിന്റെ മക്കൾ നീ കഞ്ചാവിലേക്കും കഴിച്ചിട്ടുണ്ട? അയ്യോ, ഞാൻ കഞ്ചാവിലേക്കും കണ്ടിട്ട് പോലുമില്ല. എന്തു മാറ്റം തിന്നിട്ടുണ്ട്? അതാണ് നീ കരക്ക് വെളിയില്ലാതെ വർത്താനം പറയണത്. എന്നാ ഞങ്ങപ്പാ കേട്ടോ, ആ കൊളത്തിലുള്ള മുകളിൽ തല വെള്ളം വീട് വെക്കും. അയ്യോ അയ്യോ, എനിക്കൊന്നുമില്ല. യാതൊന്നും ദൈവത്തില്ല. അയ്യോ കഞ്ചാവുമല്ല, കൈവിഷവുമല്ല. വിഷയം വേറെയാ. എന്താണ്? പിശാച് ബാധ. അവന്റെ വർത്താനം കേട്ടപ്പോ എനിക്കും തോന്നാനില്ല. പിശാചിന്റെ വാക്യങ്ങളിൽ അവൻ പറയണം മുഴുവനും നമുക്കിവനെ ചെട്ടിക്കാട്ട് കിട്ടുകനകത്ത് കൊണ്ടുപോകാം. പൊട്ടികെട്ടിയ മന്ത്രവാദിയാ. ഇതിന്റെ ഈ പത്തും മാറും. എല്ലാ പിന്നെ വർത്താനം പറയും നേരം കണ്ട നമുക്ക് പോകാം. അതെ, മനോഹരമായ ഗാനം. എന്തർത്ഥവത്തായ പാട്ട്. എന്നതാ പാട്ടിന്റെ അർത്ഥം? ഭാര്യ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കണം. അല്ലാതെ സ്വയിഷ്ടത്തിന് ജീവിക്കുന്ന ഭാര്യ ആയിരുന്നാൽ കഴിവതും വേഗം ഭർത്താവ് സന്യാസത്തിന് പോകണമെന്ന്. എന്തേ വണ്ടി നിർത്തിയത്? ഞാൻ സന്യാസിയാകാൻ പോകാം. എടോ 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 എടോ, സനാതനം പാട്ടിലേക്കുള്ള വഴിയെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ട് കൂടോ? താൻ ഈ വണ്ടി ചവിട്ടി നേരെ പൊക്കോ. എന്താ സാർ ഈ വേഷം? വേഷം? എന്നത് വേഷം? നാടകത്തിൽ അഭിനയിച്ചു പോലെ ഇവിടെ അഭിനയിക്കുകയാണോ? ദേ കൊച്ച കണ്ണീരും കൈയുമായിട്ട് കാത്തിരിക്കുന്നു. കൊച്ചമ്മയാ? ഓ, അപ്പക്കാരത്ര കാര്യമാണ്. എടോ, എനിക്ക് കൊച്ചമ്മയില്ല, കൊച്ചച്ഛനുമില്ല. താൻ എന്റെ പോക്കിന് പോണു. അയ്യോ പാവം, മുതലാളിക്ക് തലയ്ക്കെന്തോ അസുഖമാണെന്നാ തോന്നുന്നത്. ഞങ്ങളുടെ കൂടെ ബംഗ്ലാവിൽ വന്ന് ആഹാരവും കഴിച്ച് സുഖമായിട്ട് അവിടെ ഇരുന്നാ മതി. 3 പേരും വിശപ്പ് തീരെ കഞ്ഞി ഞമ്മന്നും തരാം. 3 പേരും തരാം. എനിക്ക് വാ. നീ എവിടെയായിരുന്നു മോനെ ഇത്ര നേരം? എന്താ മോനെ പറയുന്നത്? എന്റെ അച്ഛൻ മോനെ എന്നെ മോനെ വിളിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്താണ് എന്റെ മോനെ വിളിക്കുന്നത്?
ഇന്നലെ 8 മണിക്ക് പോയ ജീവൻ ഇപ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. ആ തിരിച്ചു കിട്ടിയാ അത് കൊള്ളാല. ഞങ്ങളുടെ നാട്ടിൽ ജീവൻ പോയത് എന്നാ പിന്നെ തിരിച്ചു കിട്ടിയേ. എന്ത് വേഷമാണ്? അയ്യോ ഞാനിപ്പോ മീൻപിടുത്തം നിർത്തി. ഇപ്പൊ റിക്ഷാണ്. അത് കാരണം വേഷം ഇത് തന്നെ ആദ്യം നിർത്തി. കൊള്ളാം. പ്രേമൻ ഈ അഭിനയമെല്ലാം നാടകത്തിൽ വെച്ചാൽ മതി. അയ്യോ പ്രേമനല്ല, പരമൻ പരമൻ പരമൻ. അച്ഛാ ഈ പറയുന്നല്ലോ കേൾക്കുന്നുണ്ടോ? തക്ക സമയത്ത് തന്നെ ഡോക്ടർ വന്നിരുന്നല്ലോ. മാനേജർ എല്ലാ വിവരവും എന്നെ ഫോണിൽ അറിയിക്കുമല്ലോ. ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റി? നോക്കി നിക്കണോണ്ടാ കരയണ കണ്ടില്ലേ? മരുന്നുകൾ കുടിക്കും. ഈ പ്രകൃതം ഒന്ന് മാറ്റി കിട്ടും. വല്ലാത്ത പ്രകൃതി. എവിടെയെങ്കിലും വീണ് തലയ്ക്ക് വല്ല പരിക്കും കാണും. കാണില്ലടോ. എനിക്കല്ല, നിങ്ങൾക്ക്. ഞാൻ അടിമേടിക്കും. ആ എനിക്ക് ജോലി ചെയ്യാൻ കുട്ടിക്കൊണ്ട് വന്നിട്ടേ പെണ്ണിന്റെ തലയിലുള്ള പോലെ തലയിൽ വന്നൊക്കെയാണ്. മാനേജർ ഫോൺ ചെയ്തപ്പോ ഇത് ഇത്ര വഷളായിരിക്കുമെന്ന്. അയ്യോ 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 ഇവരെ പിടിച്ച് തലവിലായി കെട്ടു. നിന്റെ നാടേതാ? അവിടെ ചാത്തന്മാർക്കൊക്കെ സുഖമാണ്. കൂടി പോയ സുഖവും കോഴി കുരുന്ന പോകാവോ? കൊച്ചാ ഇവരെ അയച്ചുള്ളൂ. ഞാൻ എന്താണ്ട് ഈ കാണിക്കണത്? ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടവരുടെ കാലുവേദനക്കില്ലേ? ഇത് വേറെ പ്രയോഗമാണ്. ഇത് തപ്പുകൊണ്ട് പോ. കൊച്ചാക്കൊന്നും ഉണ്ടാണ്ടിരിക്കുക. ഉചിതമായ വ്യവസ്ഥയല്ലേ ഇവക്കുണ്ട്. വീടാൻ തുറന്ന് ഇറങ്ങി നടക്കണ തെണ്ടി എന്നാ യോസക്കേട് കാണിച്ചടി. എന്റെ ആമ്പർത്തനെ കൈവശം കൊടുത്ത് പാട്ടിലാക്കിയത് ലോകനീതിയാണാടി. അത് കാരണം ഇന്നലെ വരെ നേരെ നിന്ന് മനുഷ്യനെ തലയെ കുത്തി കിടക്കണത് കണ്ടില്ല. തലയെ കുത്തി കിടക്കണത് നിന്റെ കയ്യിരിപ്പിന്റെ ദോഷം കൊണ്ടാണ്ടി. എന്റെ കയ്യിൽ എന്താ ഇരിപ്പ് തോന്നി കിടപ്പ് തോന്നി. കുതിര പടക്കുതിര എന്നെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ അതിനെ നാക്കിയാ പറിച്ചെടുത്ത് അയ്യോ എന്നെ ഒന്ന് അഴിച്ചു വിട്ടിട്ട് നിങ്ങൾ തല്ലി തല കയറി എന്റെ കാലിപ്പോ വായ വരും. അയ്യോ കൊച്ചാ ഈ പെണ്ണുങ്ങളെ വിടുന്ന മാറ്റി നീ ഒന്നും നടക്കും. നിങ്ങളെ ആദ്യം നമുക്ക് ഇവന്റെ പാനം ഒഴിക്കാം. അതിനുശേഷം നിങ്ങളുടെ അമ്മ തനിച്ചാൽ ഉണ്ടാകും. കഴിഞ്ഞു ഓടിക്കോ ഓടിക്കോ. മന്ത്രവാദി തല ഈഴായിട്ട് കെട്ടി തൂക്കിയിട്ട് ഓടിക്കോന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഇട്ട് ഓടാനാണ് മനസ്സേക്ക് എടുത്തു. കൊച്ചാ ഇവരെ അയച്ചുള്ളൂ. എടാ പ്രേമ നീ ഇത് വല്ലതും അറിയുന്നുണ്ടാടാ. നിനക്ക് കിട്ടുന്നതല്ലേ എനിക്ക് കിട്ടുന്നത്. ഈ ഭാഗത്ത് വരുമോ? എന്നെ കൊന്നാലും ഞാൻ വരില്ലേ. ഇവിടുന്ന് പോകാമോ? പറഞ്ഞ മാത്രമല്ല ഞാൻ ഓടി. വീട്ടാകയ്യ വീട്ട്. എന്താ അയ്യോ എന്റെ കൈവെള്ളത്തെ എന്നതാണോ ഈരണ്ടിച്ച വെക്കണത്? എന്ത് കത്തി നീ മുറ്റാനാണ്? വരട്ടടോ ഇവനൊന്ന് പിടിക്കട്ടടോ. ഇങ്ങാട് കൊണ്ടുപോകണം. ആ പറയടാ.
ഇത്രേ ഉള്ളോ? ഇതിലെത്തിമ്പളി 2 ഈച്ച പോയ പോലെ ഉണ്ടല്ലോ. എനിക്ക് ഓരില്ലേ? താൻ പോടും. ഉണക്കണീണ്ട. ഞാൻ തിന്നണത് ഈ പെൺകൊച്ചിന്ന് കളയണം എന്തിനാണ്? കുറച്ച് തിന്നുന്നതുകൊണ്ട് വല്ല രോഗമായിരിക്കും എന്ന് വിചാരിച്ച. എനിക്ക് ജോലിയും പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ. വിശപ്പില്ലെങ്കിൽ 2 ചീറ്റ് കാണാണ്. ഇനിയൊന്നുമില്ല. ഡോക്ടർ, ഭ്രാന്തുള്ളവർക്ക് വിശപ്പുണ്ടാകില്ലെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് കണ്ടോ എന്തുമാത്രമാണ് കഴിക്കുന്നതെന്ന്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഭ്രാന്താണ്. ഇത് മാറുമോ ഡോക്ടർ? ഓ, 4 നേരത്തെ മരുന്ന്. അതിന് മരുന്ന് എന്തിനാണ്? എനിക്കൊരു രക്ഷ മേടിച്ചു തരാമോ? വിശപ്പെന്നാണ് വെറും രക്ഷ മതിയോ? രക്ഷ അവനെങ്ങാട് കൈ കിട്ടാനേ ഒരു താത്താക്കലുണ്ട്. എന്റെ ദൈവേ, നോക്കടാ, എന്നെ കണ്ടാ അറിയുമല്ലോ. നിങ്ങളൊന്നും കഴിച്ചില്ല. എടാ ബാബു, നീ എന്തിനാ റിക്ഷ ചവിട്ടുന്നത്? നീ ആരാണ് എന്നെ പോടാന്ന് വിളിക്കാൻ? ദേഷ്യപ്പെടാതെ. പിന്നെ എനിക്ക് വലിയ ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. അല്ലേ, നീ ഇങ്ങോട്ട് വന്നിട്ട് എനിക്കെന്നാ? മണ്ട, ഒരു കാര്യം പറയാനുണ്ട്. ഇത് കാണില്ല, പിന്നെ വിളിക്കും. ഞാൻ ഒരു വീക്ക് വെച്ചെന്നായിട്ടല്ല. എടാ ഓർക്കില്ല, നോക്കൊന്നും വേണ്ട. എനിക്ക് തോട് വരുന്നവരെ മോനെ മോനെ കാണും. പിന്നെ നീ ആരാ ഇടായ മോനെന്നൊക്കെ വിളിക്കാം? ഒരു വീക്ക് വെച്ചെന്നായിട്ടില്ല. നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. അയ്യോ, ഞാൻ അറിയില്ല. അയ്യോ, നിങ്ങൾ ഇതിനു മുമ്പ് എത്ര നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ധാരാളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഇപ്പൊ വലിയ ജോലിയൊന്നുമില്ല. അപ്പോഴാണ് സാറിന്റെ പരസ്യം പത്രത്തിൽ കണ്ടത് കുറെ നടന്മാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇലവരും ഗംഭീരമൊക്കെ കാര്യം ചെയ്യും. ഇതൊരു സ്റ്റണ്ട് സീനാണ്. ഹീറോയിനെ വില്ലൻ ഉപദ്രവിക്കും. ഹീറോ ചാടി വീട് വില്ലനെ അടിച്ച് പഞ്ചറാക്കും. ഇതാണ് സീൻ. സ്റ്റണ്ടൊക്കെ നന്നായിട്ട് ചെയ്യുമല്ലോ. വേണ്ട വേണ്ട, ഇതങ്ങ് സ്റ്റേജ് ചെയ്താ മതി. മോനെ 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 എന്റെ മോൻ അറിയത്തോണ്ട നാളെ എന്റെ പേടിക്കാതെ ഞാനാണ് ഓടി നാളെ നടന്നിപ്പോ അച്ഛനവിടെ കയറി വന്നില്ലേ? അങ്ങനെ ഞാൻ പേടിച്ചോടിയത്. ചിലപ്പോ അച്ഛൻ പറയും
മോനെ 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 നിന്റെ മോനെ ഇനി ഞാൻ കൊണ്ടുവരുന്ന മോനെ സന്തോഷമായ സന്തോഷമായ എന്റെ മോനെ എനിക്ക് കിട്ടി എന്റെ മോനെ എനിക്ക് കിട്ടി എന്താണ് വഴി പോയി ഞങ്ങളെ പിടിച്ച് കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു പറയാൻ പോലെ ആ ഫോട്ടോ കണ്ടില്ലേ ഞങ്ങളുടെ ഏക മകനാണ് 2 മാസത്തിന് മുൻപ് അവൻ പെട്ടെന്ന് ആത്മഹത്യ മുതൽ തുടങ്ങിയതാണ്. ആരെങ്കിലും വഴി കണ്ടാൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോരും. മോനാണെന്നും പറഞ്ഞ് നടക്കും. 1-2 ദിവസം കഴിയുമ്പോ എന്താണമ്മേ നിന്നെ കണ്ടിട്ട് നല്ലവനാണെന്ന് തോന്നുന്നു. കുറച്ചു ദിവസമെങ്കിലും മകനെ പോലെ നീ ഇവിടെ കഴിയണം. ഒരു പക്ഷേ അതുകൊണ്ട് അറസം കിട്ടിയേക്കും. അതെ സാർ, ഛേദമില്ലാത്ത ഒരു കാര്യമല്ലേ. സാർ നിമിത്തം ഒരു ആത്മാവിന് ശാന്തി കിട്ടുമെങ്കിൽ അത് സാറിന് പുണ്യമായിരിക്കും. ശരിയമ്മേ, ഇന്നു മുതൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നവരെ ഞാൻ അമ്മയുടെ മകനായിരിക്കും. മോനെ എന്താണ് അച്ഛാ? ഡ്രസ് മാറിയില്ല മോനെ. ഡ്രസ് നമുക്ക് ഓഫീസിൽ പോണം മോനെ. ഓഫീസ് ഏത് ഓഫീസ്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ച കമ്പനിയാണ്. ശരിയായി നടത്താൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഒരേ ഒരു ആശ്വാസം ആ കുമാർ മാത്രമാണ്. പക്ഷേ ഈയിടെ കമ്പനി നഷ്ടത്തിലാണെന്നാണ് അവനും പറയുന്നത്. ഓഹോ, ഏതായാലും ഇനി അമ്മയും അച്ഛനും വിഷമിക്കേണ്ട. എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. ഇതാണ് എന്റെ ഓഫീസ്. എന്റെ ഓഫീസ് മാനേജർ എന്റെ മകനെ തിരിച്ചിട്ടിരിക്കുന്നു. മോനെ, ഇതാണ് നിന്റെ കസേര. ഇന്ന് മുതൽ കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവനാണ്. എല്ലാവരും ഇവൻ പറയുന്ന കേട്ടോ കേട്ടോ. മോനെ, എല്ലാം ഭംഗിയായിട്ട് നോക്കിക്കോ കേട്ടോ. ശരി അച്ഛാ. എല്ലാം എന്റെ ഓഫീസ്. മോനെ നോക്കിക്കോ. നിങ്ങളാണോ ഇവിടുത്തെ മാനേജർ? യെസ്. എന്താ പേര്? ഐ ആം കുമാർ. കണ്ടിട്ട് കുമാറിനെ പോലെയല്ല, കുബേരനെ പോലെയാണോ തോന്നുന്നത്? താങ്ക് യു സർ. ആരോ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് വാട്ട് ഐ ഡു ഫോർ യു? ഞാൻ ജോൺസൺ കമ്പനിയുടെ മാനേജറാണ്. നിങ്ങളുടെ കമ്പനിയിലേക്ക് 10,000 രൂപയുടെ ചെക്ക് അയച്ചിരുന്നു. ഇതുവരെയും അതിന്റെ റെസീറ്റ് കിട്ടിയിട്ടില്ല. ചെക്ക് അയച്ചിട്ട് എത്ര ദിവസമായി? ഇന്നേക്ക് 10 ദിവസമായി. 10 ദിവസമായോ? അതെ. ആ ശരി, ഞാൻ അക്കൗണ്ടെല്ലാം നോക്കിയിട്ട് റെസിപ്റ്റ് ഉടനെ അയക്കാൻ പറയാം. ശരി സർ. സോറി. എങ്കിൽ ഞാൻ താങ്ക് യു. മാനേജർ, ഈ പറഞ്ഞ 10,000 രൂപയുടെ കണക്ക് നിങ്ങളുടെ പക്കലുണ്ടോ? നിങ്ങൾ എന്തിനാ മിസ്റ്റർ ഈ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കുന്നത്? ഞങ്ങളുടെ മുതലാളിക്ക് ഇറങ്ങി പ്രാന്ത. വഴി നടക്കുന്നതിന് എവനെയെങ്കിലും വിളിച്ച് കസേരയിരുത്തും. മാനേജരാണെന്നും മകനാണെന്നും പറഞ്ഞു 2 ദിവസത്തേക്ക്. പിന്നെ അവനൗട്ടാ. അത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം. ഉള്ള ചില്ലറ മാറ്റിയോണ്ട് സ്ഥലം വിടാൻ നോക്കാതെ ബുദ്ധി. മിസ്റ്റർ, 2 ദിവസം കണക്ക് മേശപ്പുറത്ത് വയ്ക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കാനുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനായിരിക്കും. എന്താണോ വിളിക്കുന്നത്? വല്ലവരുടെയും പണം കണ്ട കൈയിട്ട് വരെ എന്തോ ഒരു ആഗ്രഹം. നമുക്ക് ജോലി കിട്ടിയ വിവരം രാത്രി അറിയിക്കണ്ടേ? തീർച്ചയായിരിക്കണം. എന്നാൽ വൈകുന്നേരം അങ്ങോട്ട് പോകാം. ഏതോ വലിയ പണക്കാരന്റെ മകനായിരിക്കില്ലേ? ഭാഗ്യം. ഇനി ഈ കുടിലേക്ക് വരാൻ സാർമാർക്ക് സമയം കാണില്ല. രാധേ, എനിക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രമല്ല. അതെന്താണ്? സന്തോഷം, മനസ്സുഖം. സന്തോഷക്കുറവൊന്നും തോന്നുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ആ ബംഗ്ലാവിന് സ്വീകരിക്കുന്നത് ഈ കുടിനരിയിൽ വയ്ക്കാം. നീ പോണാ മണ്ടാവണം. അല്ല, ഈ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു എനിക്ക് ബംഗ്ലാവാണ്. ഇതേ പതിവ് പോലെ വല്ല ഒഴിവും പറഞ്ഞ് ഈ ജോലിയും കളഞ്ഞു വന്നാ ഞാൻ മിണ്ടൂല്ല. അയ്യോ, അങ്ങനെ കടുങ്കയൊന്നും കാണിക്കില്ലേ. ഞാൻ ഓഫീസിൽ പോയി കുത്തി എന്ന് ജോലി ചെയ്തോളാം.
അങ്ങനെ കുത്തിയിരുന്നോണ്ടൊന്നും പ്രയോജനമില്ല. ചേട്ടന്റെ സാമർത്ഥ്യം കാണിക്കാൻ പറ്റിയ സന്ദർഭമാണിത്. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ചേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് എനിക്ക് കേൾക്കണം. നിശ്ചയമായും കേൾക്കാം. സത്യം സത്യം അങ്ങനെ സത്യമൊന്നുമല്ല. ഞാനും ആ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കേൾക്കാമല്ലോ. വേണ്ട വേണ്ട, സെക്രട്ടറി അഭിപ്രായം ഒന്നും എനിക്ക് കേൾക്കണ്ട. വേണ്ട 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 അച്ഛനില്ല. മിസ്റ്റർ കുമാർ, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിലും കവിഞ്ഞുള്ള പേരുകളൊക്കെ കാണിക്കുന്നല്ലോ. മുതലാളിക്ക് അല്പം കിറുക്കായതുകൊണ്ട് നിങ്ങൾക്ക് എന്തും കാണിക്കാമോ? അത് നിങ്ങൾ കാണിക്കുന്ന ഈ വെട്ടിപ്പുകൾ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ നേരത്തെ 1,75,000 കൊണ്ട് വെച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം നിങ്ങൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും, പറഞ്ഞേക്കാം. 5,000 രൂപയുണ്ട്, ബാങ്ക് വിട്ടേക്ക്. ഈ 1,27,000 രൂപ വിഴുങ്ങിയെന്ന് വിശ്വസിച്ച് കാരണം എന്നെ 5,000 രൂപ കൊടുത്തയച്ചു. മൂക്കിലിടാൻ പോലിട്ടല്ലോ. നോട്ടുകൾ ഞാൻ അടയാളപ്പെടുത്തിയ അടയാളം. നാളെ രാത്രി മുകളിലത്തെ മുറി തുറന്നിട്ട്. അയ്യോ, അത് വലിയ മുതലാളിയുടെ പ്രൈവറ്റ് റൂമല്ലേ? അതെന്തിനാ തുറക്കുന്നേ? നീ തോക്കിൽ കയറി വെടിവെക്കണ്ട, പറയുന്നത് കേട്ടാൽ മതി. മിന്നുങ്ങ തുറന്നിട്ടേക്കാം. വാസു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. ഉടൻ പ്രേമനെടുത്തിയെന്ന് ഇവിടെ ഭയങ്കര കൊലപാതകം നടക്കുന്നു, ആരോട് മുതലാളിയെ കൊല്ലാൻ ശ്രമിക്കുന്നു പറയാ. അവൻ തീർച്ചയായിട്ടും വരും. വരുന്ന വഴിക്ക് മുതലാളിയുടെ റിവോൾവർ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും എടുപ്പിക്കണം. മനസ്സിലായല്ലോ? ബാക്കി കാര്യം ഞാൻ അന്വേഷിച്ചോളാം. നീ വിളിക്കും. നീ ഒരാളിവിടെ വരും. നീ അപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന മാതിരി കത്തിയോ ആ മനുഷ്യൻ വെടിവെക്കും. വെടിവെക്കുന്നതും ഈ കസര തിരിച്ച് നീ ഓടിക്കണം. പറയാൻ മനസ്സിലായാലും രക്തമാടി ചെയ്തോളൂ. ഓക്കെ. കൊച്ചുമുതലാളി, 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 ഒന്ന് വേഗം മുകളിലേക്ക് വാ. അവിടെ വലിയ മുതലാളി നാടൻ സാറുമായി വലിയ വഴക്ക്. കൊല്ലുമെന്നാ തോന്നുന്നത്. നാടൻ സാറിന്റെ ഇത്രയും കൊണ്ടിരിക്കാം. ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതും വെടിവെച്ച് കൊല്ലുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. നീ മനപ്പുറം ഇദ്ദേഹത്തിന്റെ സ്വത്തിന് വേണ്ടി വെടിവെച്ച് കൊന്നാലേ അത് പോലീസ് തീരുമാനിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. കൊലപാതകമോ? പ്രേമനോ? സദാശിവം പിള്ള? ഓക്കെ. ചെയ്തിരുന്നോ? പ്രേമനോ? അന്വേഷിക്കാം. ഈ പ്രേമന്റെ അച്ഛന്റെ പേരെന്താ? അഡ്രസ് ശരി, ഞാൻ അന്വേഷിച്ചു കൊള്ളാം. പ്രേമം കൊലയാളിയാകാൻ കാരണം അച്ഛനാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ അന്നേ പറഞ്ഞത് തനിക്ക് സ്ഥിരമില്ലാത്ത ആളാ വീട്ടിലിരുത്തി കാവൽ നാളെ ഇരുത്തണമെന്ന്. എന്നിട്ട് അച്ഛൻ കേട്ടില്ല. കറക്റ്റ്. എന്ത് കറക്റ്റ്? നമ്മുടെ മോന് യാതൊരു കുഴപ്പമില്ല. യഥാർത്ഥമായ കൊലയാളി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനാണോ കേശവാജി പറയുന്നത്? അല്ല പിന്നെ കള്ളം. സമാധാനമായി. എന്റെ മോനെ ഒന്ന് വിളിച്ചു. എത്ര നാളായി കണ്ടിട്ട്. നീ പറ. എന്റെ രണ്ടുപേരും പറയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മോഹനവിടെ ഇല്ല, പ്രേമന് ചെറിയ ഭ്രാന്തിന്റെ ലക്ഷണം. സാറേ
സാരമില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ചെറിയ ഒരു ചെറിയ പിശക് അത്രേ ഉള്ളൂ. വേഗം ആയിക്കോളൂ. എന്റെ മോനെ നീ ഭ്രാന്താശുപത്രിയിൽ കുട്ടി നാക്കിവിടാം. അതിനുള്ള സമയം കിട്ടണ്ടേ? അപ്പോഴേക്കും ചാടി ഓടിക്കളഞ്ഞില്ലേ? ഇനി എവിടേക്ക് അന്വേഷിക്കും എന്റെ ദൈവമേ? സാരമില്ല, ഈ ഭ്രാന്തായ സ്വല്പം ഓടുകയും ചാടി എറിവാ. അത് ലോകാരം പ്രകാരം മുതലേ ഉള്ള ഒരു കാര്യമാണ്. എന്റെ മോനെ നീ മലപ്പുറം ഈ വീട്ടിൽ നാട്ടിൽ പോയിച്ചതാണ്. നിനക്ക് എങ്ങനെ പറയാൻ പോകുന്നില്ല എന്റെ മുഖത്ത് നോക്കി. ഞാൻ നോക്കട്ടെ, അവൻ അന്വേഷിക്കാം. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അയാൾക്ക് ദേഷ്യം വരച്ചക്കൊണ്ട് എന്തുണ്ടായി? കുഴപ്പമായിട്ട് ഒരാൾ മുമ്പിൽ മകന് പുറത്തു കൊടുത്തില്ല. ആ പപ്പനുണ്ട് ഇതിനെ കൊണ്ടുപോയി. എടാ പ്രേമ, നിന്നെയും പിടിച്ചകത്തിട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ മകനല്ല, എന്റെ പേര് ബാബു എന്നാണ്. ഈ സത്യം പറയാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു. നിങ്ങൾ കൈബോംബ് കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ സത്യം പറയാതിരുന്നത്. അച്ഛാ, ഞാൻ ഇവിടെ ഉണ്ട് അച്ഛാ. അയ്യോ, നിന്റെ വീട്ടിലയച്ച എന്റെ മോനെ നീ കൊലപാതകമാക്കി ജയിലിൽ കൊലപ്പിച്ചോളാ. പ്രേമനും എന്റെ വീട്ടിലൊന്നും പ്രേമൻ ഇതല്ല, എന്റെ വീട്ടിലൊന്നും പ്രേമൻ വേറെയാ. ഇതാ പ്രേമ, അപ്പൊ നീ കേശവന്റെ വീട്ടിൽ പോയില്ലേടാ? ഇല്ല അച്ഛാ, എനിക്ക് പകരം എന്റെ ഒരു സ്നേഹിതൻ ബാബുവിനെ ഞാൻ അയച്ചു. രക്തം കണ്ടാലേ നിനക്ക് ഭയമാണല്ലോ, പിന്നെ നീ എങ്ങനെ കൊലപാതകം ചെയ്തു പോലെ? എന്ത് ചെയ്യാനാമേ, എല്ലാം സംഭവിച്ചു. ഇതാണ് പ്രേമൻ ഗോപാലൻ നായരെ വെടിവെച്ച റിവാൾവർ. ഡോക്ടർ ഗോപാലൻ നായരുടെ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്ത തിര ഇതാണ്. ഈ തിര ഈ റിവോൾവറിൽ പാകമല്ല. അപ്പോ പ്രേമന്റെ വെടിയേറ്റല്ല അദ്ദേഹം മരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും അനുമാനിക്കാം. പ്രേമന്റെ അച്ഛൻ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. ജാമ്യം കൊടുക്കാം, പക്ഷേ രഹസ്യമായി. അതൊക്കെ പിന്നെ പറയാം. എനിക്ക് അത്യാവശ്യമായ കാര്യം അറിയണം. ആ വാച്ച് വാസു ഇപ്പൊ ഇവിടെ കാണും. വാസു അവൻ 24 മണിക്കൂർ ആ ചായ ഷാപ്പിൽ. മായം വാഴവേ മായം വിളയത് നാം കാണും സുഖമേ മായം. അല്ലയാ എടി കരച്ചിൽ വരുന്നു. അല്ലയാ അല്ലയാ ഓ കാര്യം പറഞ്ഞത് ഞാനും കളയും. 10,000-കണക്കിന് രൂപ ഈ കൈകൊണ്ട് സമ്പാദിച്ചത്. ഒരു മിടുമീടി വലിക്കാൻ പോലും ഇപ്പൊ നിവർത്തിയില്ലടാ അളിയ. അളിയ ഓ കണ്ടുവെച്ചു പോയില്ല. എല്ലാം 100. അളിയ 100 രൂപ കൊണ്ടുപോയി വയം പിടിച്ചെന്ന്. അളിയ അത് കാണാം. ഇതാണടാ ഞാൻ തിരക്കിയത്. പിന്നടാ അളിയ അളിയ ശിക്ഷ. നിനക്ക് ഈ നോട്ടുകൾ ആ കുമാർ തന്നതല്ലേ? അല്ല പറയടാ. ഇത്രയും നോട്ടുകൾ നിനക്ക് എന്തിനു തന്നു? കുമാർ സാർ കൊല്ലുന്നവര്, ഞാൻ കൂട്ടുന്നവര്. കുമാർ ഇവിടെ ഉണ്ട്. അരങ്ങാത്ര വീടുണ്ട്. വളരെ പാലത്തെടുത്ത് അവിടെ താവണം. അവിടെ അവൻ എന്ത് ചെയ്യുന്നു? അത് പുറത്ത് പറയാൻ പോകില്ല. പറയണ സത്യം. പറയാം. ഈ രാത്രി മാത്രമല്ല, എത്ര രാത്രി വേണമെങ്കിലും ഇവിടെ താമസിക്കും. താങ്ക് യു. പേരെന്താ? റൊമേനിയ ഗുൺസാൾവീസ്. റുമേനിയ ഗുൺസാൾവീസ്. റുമേനിയ റുമേനിയക്ക് ഇതെല്ലാം നല്ല പരിചയമുണ്ട്. ഈ ആൾക്കാർ സ്വീകരിക്കാനും ഈ പരിഹരിക്കാനും ഒക്കെ നല്ല പരിചയമുണ്ട്. അയ്യോ, എനിക്ക് പരിചയമുണ്ടോന്നോ? ഐ വാസ് എ റിസപ്ഷനിസ്റ്റ്. ഞാൻ 3-4 പ്രസവിച്ചെങ്കിലും ഇപ്പോഴും ചെറുപ്പമാണ്. മാഡത്തിന് വിരോധമില്ലെങ്കിൽ ഞാൻ പെർമനന്റായി ഇവിടെ താമസിച്ചോട്ടെ. പിന്നെ ഞങ്ങളുടെ ബോട്ട് വെളിയിൽ പോയിരിക്കുക. അങ്ങേരെ ഇന്റർവ്യൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പെർമനന്റ് ആക്കാം. ആരാണ്? ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതെ, വലിയ സ്നേഹിതമാണ്.
ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. ആരാ അത്? അതെ, ഒരു പണക്കാരൻ ചെറുക്കനാ. അവൻ എപ്പോഴും സ്ത്രീകളെ മദ്യം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും. ഇന്നിവിടെ ഉണ്ടായിരുന്നതിലെല്ലാം വെളിയിൽ പോയി. അതാണ് അവനെ ഒച്ചയെടുക്കുന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ സർ. ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ? നല്ല നമുക്ക് അകത്തേക്ക് പോവാം. നിന്നെ കണ്ട അവന് വളരെ ഇഷ്ടപ്പെടും. നിന്റെ ഈ തുടുത്ത മുഖം കണ്ടിട്ട് എനിക്ക് മാഡം, മാഡം എന്നൊരു 15 വർഷത്തിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര സൗന്ദര്യമായിരുന്നു. ഞാനിങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ മതി, ആണുങ്ങളൊക്കെ ചുരുണ്ട് വീഴും. എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് അങ്ങനെ വീണ് കിട്ടിയതാണ്. എന്നാ വാ, അകത്തേക്ക് പോകാം. മനസ്സിലായില്ല. നിങ്ങൾ മരിച്ചിട്ടില്ലായിരുന്നു. മരിക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? ചന്ദ്രൻ നിങ്ങളെ ചതിക്കാൻ വേണ്ടി കുമാർ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. എന്നെ എങ്ങനെ ചതിക്കും? പക്ഷേ നിനക്ക് ചതി പറ്റാനിടയുണ്ട്. കാരണം നീ സുന്ദരിയാണ്. ചന്ദ്രൻ! ഓഹോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ചന്ദ്രൻ മരിച്ചുവെന്ന് ചന്ദ്രന്റെ അച്ഛനെ വിശ്വസിപ്പിച്ച് അദ്ദേഹത്തെ ഭ്രാന്തനാക്കി. എന്നിട്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കൊന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചന്ദ്ര, നിങ്ങളുടെ അമ്മ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തു പറ്റി? എന്റെ അച്ഛനെ ആര് കൊന്നു? ഇരിക്കൂ, എല്ലാം പറയാം. പ്രേമൻ, നിങ്ങൾ ഈ പറഞ്ഞ സത്യമാണ്? കുമാരനെ ചതിക്കാണോ ചെയ്ത്? അതേ ചന്ദ്ര, ഞാൻ അവനെ കൊല്ലും. എന്റെ അച്ഛനെ കൊന്നതിനോട് ഞാൻ പ്രതികാരം ചോദിക്കും. ഇനി ആവേശം കാണിച്ചു ഒരു പ്രയോജനവുമില്ല. അതെല്ലാം പോലീസ് നോക്കിക്കൊള്ളു. കുമാരിയുടെ വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാൻ നോക്കണം. വരൂ.